സഹോദരങ്ങളെ, ഇവിടെ കൂടിയ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഇങ്ങനെയൊരു ആശയത്തിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നീട്ടിവെക്കുക, ചിലവഴിക്കുക, മാറ്റിവെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഖുർആനിനോട് കാണിക്കുന്ന സ്നേഹവും അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിയോട് കാണിക്കുന്ന കടപ്പാടുമാണ് എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളായ നിങ്ങളോട് ഞാൻ ആദ്യമായി നന്ദിയും എനിക്കുള്ള കടപ്പാടും അറിയിക്കുന്നു. മതഭീകരത എന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ മത തീവ്രവാദം എന്ന് പറയുന്നത്, മതഭീകരവാദവും മതമൗലികവാദവും ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മതഭീകരതയുണ്ടാകുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, മതഭീകരതയുണ്ടാകുന്നത് മതമൗലികവാദത്തിൽ നിന്നും മത തീവ്രവാദത്തിൽ നിന്നാണ് മതഭീകരത ലോകത്ത് ഉടലെടുക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു മതം തന്നെ ഇല്ല ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം ഒരു മതമേ അല്ല എന്ന് സൂചിപ്പിക്കേണ്ടി പല പ്രാസംഗികരും. അതിനോട് എനിക്ക് യോജിപ്പാണ്. ഇസ്ലാം ഒരു മതമല്ല, അതൊരു പ്രത്യയശാസ്ത്രമാണ്. മതം എന്ന് പറയുമ്പോൾ ഇനി അത് മതമാണെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ മതങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം സത്യത്തിൽ മതത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മതത്തിൻ്റെ ലക്ഷ്യം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം സത്യത്തിൽ മതം ലോകത്തിന് നൽകേണ്ടത്. ഇനി ഇതൊരു മതമായി എടുത്താൽ തന്നെ, മറിച്ച് അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് നിബിഡാന്ധകാരങ്ങളിലേക്ക്, ശക്തമായ ഇരുട്ടുകളിലേക്കുള്ള പലായനമായിരിക്കരുത് സത്യത്തിൽ മതം ലോകത്തിന് നൽകേണ്ടത്. ഇതാണ് മതത്തിൻ്റെ ഒരു ധർമ്മം ഞാൻ പറയുന്നത്. മതഭീകരത ഉടലെടുക്കുന്നത് മത തീവ്രവാദത്തിൽ നിന്നും മതമൗലികതയിൽ നിന്നുമാണ്. മതമൗലികവാദത്തെയാണ് ലോകം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും മതത്തിൻ്റെ ആളുകളാണെങ്കിലും മതമൗലികവാദം തെറ്റാണ്, മതഭീകരവാദം തെറ്റാണ് എന്ന് പറയാത്ത, ഭീകരവാദം മതമൗലികവാദവും ആണ് എന്ന് അവകാശപ്പെടുന്നവർ പോലും അധിക്ഷേപിക്കുന്ന രണ്ട് വാക്കുകളാണിത്. മതമൗലികവാദം ഞങ്ങൾക്കില്ല എന്ന് പറയും, മതഭീകരവാദം ഞങ്ങൾക്കില്ല എന്ന് പറയും. ഇതൊക്കെ ഇവർ ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഇത് രണ്ടും വേണമെന്നാണ്. മതമൗലികവാദം യഥാർത്ഥത്തിൽ ആവശ്യമാണ്, മത തീവ്രവാദവും ആവശ്യമാണ്. ഭീകരവാദം വേണോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കും. എന്താ മതമൗലികവാദം വേണമെന്ന് പറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കാം. മതത്തിൻ്റെ മൗലിക തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നതാണ് മതമൗലികവാദം. മതത്തിൻ്റെ മൗലികമായ തത്വങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് വാദിക്കുന്നതാണ് മതമൗലികവാദം. ആ മൗലികമായ തത്വങ്ങൾ തീവ്രമായി തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കണമെന്ന് വാദിക്കലാണ് മത തീവ്രവാദം. ഇത് രണ്ടും ഒരു നല്ല മൗലിക തത്വങ്ങൾ, ഒരു നല്ല മൗലിക തത്വങ്ങളാണ് ഒരു മതം പറയുന്നതെങ്കിൽ ഇത് ആവശ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം നമ്മൾ പറയുന്നത് മതത്തിൻ്റെ മൗലിക തത്വങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, ദയ, കാരുണ്യം, സഹജീവി സ്നേഹം, ഇങ്ങനെ മാനവരാശിയുടെക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകൽ, ഇങ്ങനെ മാനവരാശിക്ക് ഗുണകരമായ എന്തൊക്കെയുണ്ടോ ഇതാണ് മതത്തിൻ്റെ മൗലിക തത്വങ്ങൾ. ഈ മൗലിക തത്വങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് പറയുന്നതാണ് മതമൗലികവാദമെങ്കിൽ ആ മതമൗലികവാദം ലോകത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മതത്തിൻ്റെ മൗലിക തത്വങ്ങളിലാണ്, അത് തീരുമാനിക്കുന്നിടത്താണ്, അതെന്താണെന്ന് നിർവചിക്കുന്നിടത്താണ് മാറ്റങ്ങൾ വേണ്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. തൻ്റെ സഹജീവിയെ കൊല്ലലും കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളും മൃഗത്തെയോ തൻ്റെ സഹജീവിയുടെയോ രക്തം ദൈവത്തിന് സമർപ്പിക്കലുമാണ്, അല്ലെങ്കിൽ ചില വേഷപ്രച്ഛന്നനായി വേഷം കെട്ടി നടക്കലാണ്, അല്ലെങ്കിൽ ചില മന്ത്രങ്ങളാണ് മതത്തിൻ്റെ മൗലിക തത്വങ്ങൾ എന്ന് വാദിക്കുമ്പോഴാണ് ആ മതമൗലികവാദവും ആ മത തീവ്രവാദവുമാണ് എതിർക്കപ്പെടേണ്ടതും നമ്മൾ അധിക്ഷേപിക്കപ്പെടേണ്ടതും ലോകത്തുനിന്നും തുടച്ചു നീക്കപ്പെടേണ്ടതും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഖുർആൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വേദങ്ങൾ ഉദ്ദേശിക്കുന്ന
വേദങ്ങളൊക്കെ ലോകത്തോട് പറഞ്ഞ മൗലികമായ ഭാവങ്ങൾ, ആ മൗലികമായ ഭാവങ്ങൾ എന്താണ്? നീതി ലോകത്തിന് വേണം, അത് തീവ്രമായിട്ട് തന്നെ നടപ്പാക്കണമെന്ന് പറയുന്നത് മതതീവ്രവാദമാണെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാണ്. സമാധാനം, സ്നേഹം, അതുപോലെ തന്നെ കരുണ, ഇങ്ങനെ മൗലികമായി ഖുർആൻ ഉദ്ഘോഷിക്കുന്ന, ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്ന, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈ ഉന്നതമായ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരാൾ വാദിക്കുകയും അത് തൻ്റെ തീവ്രമായ പ്രത്യയശാസ്ത്രമായിട്ട് ഒരാൾ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനെ അംഗീകരിക്കുകയും അവനെ അനുമോദിക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇന്ന് ലോകത്ത് അതല്ല നടന്നു വരുന്നത്. അപ്പോൾ ഈ ആശയത്തെക്കുറിച്ച് ഒരല്പം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. അപ്പം മതഭീകരവാദം എന്താണ്? ഇപ്പം ലോകത്ത് എല്ലാ മതങ്ങളും പറയുന്നത് നന്മ നിറഞ്ഞതാണെന്നാണ്. ഒരു നന്മ നിറഞ്ഞ മതത്തിൽ നിന്ന് ഒരിക്കലും തിന്മയുണ്ടാവുകയില്ല. ഇപ്പോൾ മതങ്ങളൊക്കെ പറയുന്നത്, ചില മതങ്ങൾ പറയുന്നത് മനുഷ്യരെല്ലാം ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളാണെന്നും പരസ്പരം സഹോദരീ സഹോദരന്മാരാണെന്നും ഒരു മതം പറയുന്നു. മറ്റൊരു മതം പറയുന്നത് തന്നെപ്പോലെ തൻ്റെ സഹജീവികളെയും അയൽക്കാരെയും സ്നേഹിക്കണമെന്നാണ്. ഇങ്ങനെ മതങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ഒന്നാണ്. പക്ഷെ പ്രാവർത്തിക രംഗത്ത് വരുമ്പോൾ, പ്രയോഗ തലത്തിൽ വരുമ്പോൾ അത് സഹജീവികളോടുള്ള, സഹസമൂഹങ്ങളോടുള്ള, മറ്റു മതസ്ഥരോടുള്ള വിദ്വേഷമായിട്ടോ പകയായിട്ടോ ശത്രുതയായിട്ടോ മാറുന്നതാണ് നമുക്ക് കാഴ്ച ലോകത്ത് കണ്ടുവരുന്നത്. അങ്ങനെയാണ്. പ്രയോഗത്തിൽ കാണുന്നില്ല. ഇപ്പോൾ എല്ലാം സഹോദരങ്ങളാണെന്ന് ഹൈന്ദവ മതം പറയുമ്പോൾ ഇസ്ലാം മതം പറയുന്നത് എല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളാണ്, സഹോദരങ്ങളാണ് എന്ന് ഇസ്ലാം മതം പറയുമ്പോൾ, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രൈസ്തവ മതം പറയുമ്പോൾ തത്വങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ലോകത്ത് നടപ്പിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ, പിന്നെ നടപ്പിലിത് വരുന്നില്ല എന്ന കാഴ്ചയാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഒന്നാമത് എന്താണ്? നമുക്ക് ഖുർആനിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വിലയിരുത്താം. ഒരു അരമണിക്കൂർ ഞാൻ ഈ വിഷയം പറയാൻ ചെലവഴിച്ചിട്ട് ഞാൻ ഖുർആനിൻ്റെ വിഷയം സംസാരിക്കാൻ വരാം. അതായത് ഖുർആനിൻ്റെ പുറമെ, ഇപ്പം ഹദീസുകൾ എന്നാണല്ലോ പറയുന്നത്, നമ്മൾ പുരോഹിതന്മാരിവിടെ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല, പാവങ്ങൾ അവരുടെ വഴിക്ക് വിടാം. അത് ഇന്നലെ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന ആളുകൾ ഒരു ഉദാഹരണം പറഞ്ഞു. അവരും പറഞ്ഞതാണ്, പുരോഹിതന്മാരെ നമുക്ക് അവരെ വഴിക്ക് വിടാം. അവരെ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് നന്നായിട്ട് പറ്റി. ഇന്നലെ തമിഴ്നാട് ഇതൊക്കെ സജീവമായി ഖുർആനിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രചാരകരായിക്കൊണ്ട് ഇന്നവർക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിയാത്ത പലരുടെ അത്യാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് അവിടെ തിരിച്ചു പോകുക ചെയ്തു. അതിലൊരു പണ്ഡിതൻ പറഞ്ഞ കാര്യം എനിക്ക് വളരെ രസകരമായി. പുരോഹിതന്മാരെ അവരെ വഴിക്ക് വിടാമെന്ന് പറഞ്ഞിട്ട്, അതെന്തെന്ന് പറഞ്ഞാൽ 2 ടാങ്കുകൾ, ഒരു ടാങ്കിൽ നിറച്ച് പാല് നിറച്ചു, ഒരു ടാങ്കിൽ നിറച്ച് വെള്ളവും നിറച്ചു. ഈ വെള്ളം നിറച്ച ടാങ്കിൽ നിന്ന് ഈ PVC പൈപ്പ് ഇട്ടിട്ടാണ് ടാങ്ക് നിന്ന് വെള്ളം എടുക്കുന്നത്. പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പും ഇതും PVC തന്നെ. മറ്റത് നല്ല അലങ്കരിച്ച സ്റ്റീലിൻ്റെയൊക്കെ നല്ല അലങ്കരിച്ച നല്ല വില പിടിച്ചത് പാലിൽ നിന്ന്. പക്ഷേ ഒരാൾക്ക് ഈ PVC പൈപ്പുള്ള ഇതിൽ നിന്ന് തിരിച്ചപ്പോൾ പച്ചവെള്ളം വരുന്നത്, ഇയാൾക്ക് ഇതിൽ പാല് വരണമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഈ പൈപ്പുകളൊക്കെ മാറ്റി നോക്കി. എന്നിട്ടും പൈപ്പിൻ്റെ തകരാറായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പൈപ്പൊക്കെ മറ്റേ ടാങ്കിൽ നിന്ന് വന്ന പൈപ്പുകൾക്ക് എന്തൊക്കെയുണ്ടോ അതേ രൂപത്തിലുള്ള പൈപ്പൊക്കെ കൊടുത്തു നോക്കി. എന്നിട്ട് തിരിച്ചപ്പോഴും ആദ്യം വിചാരിച്ചു വളവ് നിർത്തി നോക്കി, പൈപ്പ് മാറ്റി നോക്കി, എല്ലാം മാറ്റി നോക്കിയപ്പോഴും അതിൽ നിന്നും വരുന്ന വസ്തു പച്ചവെള്ളം തന്നെ. എന്താണ് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്? അതായത് ഈ പുരോഹിതന്മാരെ ഫീഡ് ചെയ്തിട്ടുള്ളത്, അവരെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ മനസ്സിൽ നിറക്കപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെയാണ്. അവരിൽ നിന്ന് ഈ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമല്ല. ഇനി അതിൽ നിന്ന് ലോകത്തിന് നല്ലത് വരണമെങ്കിൽ ഈ നല്ലത് നിറയ്ക്കന്നെ വേണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ പാല് നിറച്ച ടാങ്കിലേക്ക് ഈ പൈപ്പ് ഫിറ്റ് ചെയ്യാതെ എന്തൊക്കെ തന്നെ മാറ്റിയാലും ഈ പച്ചവെള്ളേ വരുള്ളൂ എന്നുള്ളത് പോലെ തന്നെ സമൂഹത്തിന് ഗുണകരമായ ഈ പാല് ആ
ഇതിൽ നിന്ന് വരണമെങ്കിൽ ഇവരുടെ മനസ്സിലേക്ക് നിറക്കപ്പെട്ട, അവിടെ നിറച്ചു വെച്ച വസ്തു എന്താണോ അതിന് മാറ്റം വരുത്താത്തിടത്തോളം കാലം അത് സാധ്യമല്ല എന്നാണ്. അതാണ് ഞാൻ പറയുന്നത്, പുരോഹിതന്മാരെ നമുക്ക് വിടാം. അവരുടെ മനസ്സിൽ എന്ന് ഈ ഖുർആൻ അവരുടെ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്ന് അവരുടെ വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സായിട്ട് അവിടെ നിറക്കപ്പെടുന്ന കാലം വരുന്നുവോ അന്നേ അവരിൽ നിന്ന് നന്മ ലോകത്തിന് പ്രതീക്ഷിക്കാവൂ എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. വികലമാക്കപ്പെട്ട ഖുർആനും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വികലമാക്കപ്പെട്ട ഖുർആൻ, ഇതും പോരാഞ്ഞിട്ട് ഖുർആനിന് പുറമെ ഖുർആനിനെ വികലമാക്കാൻ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളും ഇതൊക്കെയാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയാണ്. ഭിന്നതയില്ലാത്ത ഒരു വിഷയം ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. ഒരു ഒളുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിൽ ഭിന്നതകളുടെ ആഴമാണ്. എന്നിട്ട് തീരുമാനം എവിടെയെങ്കിലും എത്തുമോ? തീരുമാനം എവിടെ എത്തൂല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ആ ക്ലാസ് ഉപേക്ഷിച്ചിട്ട് വേറെ പണിക്ക് പോയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. കാരണം ഇതൊരു തീരുമാനത്തിലെത്തുന്നില്ല. അപ്പോൾ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തിയ ലോകത്ത് ഒരു വിഷയമല്ല. അത് ഞങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്തു. എൻ്റെ പ്രവാചകന്മാർ, എൻ്റെ അനുയായികൾ നക്ഷത്രങ്ങളാണ്. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. ഈ ഒരൊറ്റ ഹദീസ് മതി ലോകം ഭിന്നിക്കാൻ എന്ന് പറഞ്ഞാൽ. ലോകം ഖിയാമത്ത് നാൾ വരെയും ലോകം ഒന്നിക്കൂല ഈ ഒരൊറ്റ ഹദീസ് ഉണ്ടെങ്കിൽ. കാരണം ഞാൻ പറയാം, എൻ്റെ ക്ലാസ്സിൽ 41 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു വിഷയം പറഞ്ഞാൽ ആ 41 കുട്ടികളും 41 രീതിയിലാണ് ആ കാര്യം മനസ്സിലാക്കുക. ഒരു വിഷയം ഒന്നെ ആയിരിക്കും ഞാൻ പറയണത്. പക്ഷേ ഈ ഒരൊറ്റ വിഷയമാണ്. ഒരു പാഠം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ 41 കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത്. ഒരു ക്ലാസ്സിലെ എണ്ണം ഞാൻ പറഞ്ഞതാണ്. 41 രൂപത്തിലാണ് ഈ കുട്ടികൾ ഓരോരുത്തരും ഈ എൻ്റെ ഒരു പഠിപ്പിക്കലിനെ അവർ എടുക്കുക എന്ന് പറഞ്ഞാൽ 41 ഗ്രൂപ്പ് ചുരുങ്ങിയത് അവിടെ ഉണ്ടായി എന്നാണ് അർത്ഥം. ഓരോരുത്തരും ഓരോരുത്തരുടെ പിന്നാലെ പോകാൻ തുടങ്ങിയ ഒരു 41 ഗ്രൂപ്പ് അവിടെ ചുരുങ്ങിയതുണ്ടായി. എന്നതുപോലെ പ്രവാചകന്റെ അനുചരന്മാർ, പ്രവാചകന്റെ തന്നെ ഒരു വചനം, ആ പ്രവാചകന്റെ തന്നെ ഒരു വചനം എടുക്കുക. അവർ 1000 ആളുകളുണ്ടെങ്കിൽ 1000 രൂപത്തിലായിരിക്കും അവർ മനസ്സിലാക്കുക. അത് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപം മാറി, അത് 10,000 രൂപങ്ങളിലേക്ക് അത് മാറി. ഇങ്ങനെ വരുമ്പോൾ ലോകം ഒരിക്കലും ഒരു ഒരുമയിലേക്ക് എത്തുകയില്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരൊറ്റ ഹദീസും അതിൽ ലോകം ഒന്നിക്കാതിരിക്കാൻ. അതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായിട്ടാണ് ഇതൊക്കെയും ചെയ്തിട്ടുള്ളത്. ഒരു യാദൃച്ഛികതയിൽ നിന്നുണ്ടായതല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ വികലമാക്കപ്പെട്ട ഖുർആനിക വ്യാഖ്യാനങ്ങൾ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മത തീവ്രതയുമായി ബന്ധപ്പെട്ട തന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ അടുത്തെവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സൂറത്തു അൻഫാലിലെ ഒരു വചനം, ഫളിരിബു ഫൗക്കൽ അനാക്കി, ശത്രുക്കളുടെ പിരടിക്ക് നേരെ മുകളിൽ വെട്ടുക. വളിരിബു കുല്ല ബനാൻ, അവരുടെ വിരലുകളും നടന്നു വെട്ടുക. ഇവിടെ വികലമാക്കപ്പെട്ട ഒരു ഖുർആനിക വ്യാഖ്യാനമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം വെച്ചിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മൗഢ്യം വേറൊന്നുമില്ല. 2:192 ഇവർ എഴുതി വെച്ചത് വഖതുലൂഹും ഹൈസു സഖിസ്തുമൂഹും, കണ്ടയിടത്ത് വെച്ച് കൊല്ലുക. നിങ്ങൾ ഏത് പരിഭാഷ എടുത്ത് നോക്കിക്കോളൂ. വഖതുലൂഹും, അവരെ നിങ്ങൾ കൊന്നു കളയുക. ഹൈസു സഖിസ്തുമൂഹും, കണ്ടയിടത്ത് വെച്ച് നിങ്ങൾ കൊന്നു കളയുക. ഒരു വേദം ലോകത്തിന് ഗുണം ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യന് ഗുണമല്ലെങ്കിൽ കൂട്ടി വെക്കു സുഹൃത്തെ. മനുഷ്യർ സ്വൈരമായി ജീവിച്ചു കൊള്ളട്ടെ. അവർ വെറുതെ വിടി. എന്തിനാ ഒരു മതം? മാനവരാശിക്ക് ഗുണമോ അവർക്ക് ഗുണകരമായ സ്വൈരമായ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അവർക്ക് പ്രദാനിക്കുന്നില്ല ഒരു പ്രത്യയശാസ്ത്രമെങ്കിൽ ആ പ്രത്യയശാസ്ത്രം പൂട്ടിവെക്കലാണ്, അത് ലോകത്തോട് വിളംബരം ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ അത് നല്ലത് കൂട്ടിവെക്കലാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പേന എടുക്കുകയാണെങ്കിൽ, ഒരു മൈക്കിൽ ഒരു വാചകം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് മാനവരാശിക്ക് ഗുണകരമാണെങ്കിൽ പറയുക, അത് മനുഷ്യ സമൂഹത്തിന് നന്മക്കാണെങ്കിൽ പറയുക, എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേന അടച്ചു വെക്കുക.
ഇതാണ് എനിക്ക് ഏത് മതമായാലും പറയാനുള്ളത്. അല്ലെങ്കിൽ അത് അടച്ചു വെക്കുക. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ ശത്രുക്കളെ കണ്ടേടത്ത് വെച്ച് കൊല്ലുക. ഇവിടെ മറ്റത് കൊന്നാലും പോരാ, നമ്മൾ കോഴി ചില്ലിക്ക് വെട്ടും പോലെ വിരലുകൾ നടന്നു വെട്ടുക. ഇങ്ങനെയുണ്ട് ഒരു മതം. ഇങ്ങോട്ട് പറയാം, ഞങ്ങൾ മതഭീകരതക്കെതിരാണ്, ഞങ്ങൾ ഭയങ്കര നല്ല മതമാണ്, സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണ് ഞങ്ങളുടെ മതം. ഖുർആൻ ഭയങ്കര നല്ല യുക്തിഭദ്രമായ ദീനാണ്. വളരെ സജീവമായി ചർച്ച നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് വളുവിൻ്റെ ആയത്ത്. വളരെ സജീവമായി ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതാണ് യുക്തി തീരെ ഉപയോഗം. ഇവിടെ മുമ്പ് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു, യുക്തി വേണം ഖുർആൻ അടിക്കടി ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഖുർആൻ പറയുന്നത്. ഇതേ ഖുർആനിൻ്റെ പരിഭാഷ 4:43 വായിച്ചാൽ, നല്ല ഖുർആനാണല്ലോ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ തുടങ്ങി അപ്പം തന്നെ പോലെ പൂട്ടി ഓടും. കാരണം 4:43 വായിച്ച് ഇത് യുക്തിഭദ്രമായ ഒരു ഖുർആനാണെന്ന് ലോകത്തോട് പറഞ്ഞാൽ അവർ അപ്പം ഇത് കൂട്ടി വെച്ചിട്ട് ഇത് മൂപ്പര് വെറുതെ തമാശക്ക് പറഞ്ഞ സുഖമില്ലാഞ്ഞിട്ട് എഴുതിയതാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇത് കൂട്ടിപ്പോവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് 4:43 പറയുന്ന ചില ആളുകൾ, ഇതിലെ ഭൂരിഭാഗം ആളുകൾക്കും ആ വിഷയം അറിയാം. എന്നാലും ഞാൻ സൂചിപ്പിക്കാം, അതിൻ്റെയൊക്കെ ശരിയായ വശത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയും ചെയ്യാം. 4:43 പറയുന്നത് 4 സന്ദർഭങ്ങളിൽ നിങ്ങൾ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണ് കയ്യും മോത്തും തേക്കുകയാണ്. ഇപ്പം മലമൂത്ര വിസർജനം ചെയ്ത് വന്നിട്ട് വെള്ളം തേഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, സ്ത്രീകളെടുത്ത് പോയി വന്നിട്ട് പകുതി ശുദ്ധിയാക്കിയിട്ട് വെള്ളം തേഞ്ഞിട്ടില്ലെങ്കിലും ഓക്കെ, സമ്മതിച്ചു. പക്ഷേ രോഗി എന്തിനാ വെള്ളം തികയാതിരിക്കണത്? രോഗിക്ക് എന്തിനാ വെള്ളം തികയാതിരിക്കണത്? യാത്രക്കാരന് എന്തിനാ വെള്ളം തികയാതിരിക്കണത്? വെള്ളം തികയായിക എന്നുള്ളതൊക്കെ ഇവരുടെ വ്യാഖ്യാനമാണ്. അവിടെ അതിനൊന്നും പദമില്ല. ഇത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിന് വേണ്ടിയുള്ള പറച്ചിലാണ് അതൊക്കെ. അവിടെ വൈല്ലം തജിദു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വ്യാഖ്യാനിച്ച് ഒപ്പിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരാൾ വൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ശുദ്ധമായ മണ്ണ് തേടി പോയിക്കൊള്ളുക എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. കക്കൂസിൽ പോയ ആളുകൾക്ക് ഓക്കെ, വെള്ളം തേഞ്ഞിട്ടില്ലെങ്കിൽ പകുതി വെച്ച് പകുതിക്ക് ക്ലീനാക്കി വന്നപ്പോൾ വെള്ളം തേഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്താണ് കയ്യും മോത്തും തേക്കുക, അപ്പോൾ ക്ലീനായി. ഇത് യുക്തിയാണ്, ഇതിനെക്കുറിച്ച് ചോദിക്കണ്ടാണ്. അതാ പറയണത്. ആ ചോദിക്കായികയുടെ മതമാണെങ്കിൽ തൽക്കാലം നിങ്ങൾ അവിടെ കീസിൽ വെച്ചാൽ മതി, നമുക്ക് വേണ്ട. ചോദിക്കായികയുടെ മതമാണെങ്കിൽ ചോദിക്കണ്ട, അത് അള്ള എന്താ പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് വിശ്വസിച്ചാൽ മതി. എങ്കിൽ അവിടെ നിങ്ങൾ ആ പോക്കറ്റിൽ വെച്ചാൽ മതി, ഇവിടെ വിളമ്പണ്ട, വേണ്ടവർക്കൊക്കെ വിളമ്പി കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ശത്രുവിൻ്റെ തല വെട്ടിയാലും പോരാ, നടന്ന് കൈവിരലുകളും വെട്ടണം എന്ന ഈ ദീനാണെങ്കിൽ തൽക്കാലം എൻ്റെ മക്കളവിടെ വെച്ചോളൂ, നമുക്ക് വേണ്ട. നിസ്കരിക്കാനേ വെള്ളം കിട്ടിയിട്ടില്ല, ആകെ കരിയും മണ്ണും ചളിയൊക്കെ ആയിട്ട് വരിക, മൂപ്പർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? കുറച്ച് മണ്ണ് മോത്തും കയ്യുമൊക്കെ തേക്കുക. ഇത് തൽക്കാലങ്ങൾ അവിടെ വെച്ചാൽ മതി. കക്കൂസായ കക്കൂസുകളിലൊക്കെ ഓരോ ചാക്ക് മണ്ണ് കൊണ്ടേക്കാം, അതെന്നെ പറ്റുള്ളൂ. പിന്നെ ആർക്കാണ്? രോഗി. ആശുപത്രികളിലൊക്കെ ഒരു ചാക്ക് മണ്ണ് കൊണ്ടേക്കാം, ഓരോ വാർഡിലും ഓരോ ചാക്ക് പൊടി മണ്ണ് കൊണ്ടേക്കാം. എന്തിനാണ്? ടൈമം ചെയ്യാൻ. ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ ഈ അന്ധവിശ്വാസങ്ങളും അയുക്തികതയും ആണ് ഈ 21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ മതമായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി. അതല്ല, പുരോഹിതന്മാർ ഇഷ്ടംപോലെ ലോകത്തുങ്ങളെ പിന്നാലുണ്ട്, അതുമായി എൻ്റെ സഹോദരങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് പറയണത്. ഇങ്ങനത്തെ ഈ അയുക്തികതയും അന്ധവിശ്വാസങ്ങളും ഇത് പിന്നെ ക്രൂരവും കിരാതവുമായ 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ ആചാരങ്ങളാണ് മതമെങ്കിൽ, അതാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നതെങ്കിൽ, ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷണം നടത്തുന്നതെങ്കിൽ, ആ മതം തൽക്കാലം നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി. ആ മതം കൊണ്ട് ലോകത്തിനെ ഉപദ്രവിക്കരുത്, പ്ലീസ്. അതാണ് ദയവ് ചെയ്ത് ലോകത്തിന് നിങ്ങൾ അവരുടെ ജീവിക്കാൻ സ്വൈരമായി വിടുക. ഇതാണ് പറയാനുള്ളത്. 4 മാസം യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളുണ്ട്. 8 മാസം യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള മാസമുണ്ട്. ഈ മാസങ്ങൾക്ക് ഖുർആനിൽ നിന്ന് എവിടുന്നാ കിട്ടുക? ഒരു ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര, 8 മാസം ആരാൻ്റെ തലവെട്ടാൻ പറയുന്ന മതമാണെങ്കിൽ യുദ്ധത്തോളം ഭീകരമായി ലോകത്ത് വേറെ ഒന്നുമില്ല. അതറിയാം നിങ്ങൾക്ക്? മനുഷ്യൻ്റെ സ്വൈരജീവിതം നശിപ്പിക്കും, മനുഷ്യൻ്റെ സമ്പത്ത് നശിപ്പിക്കും, ഒരു ജനതയുടെ പുരോഗതിയെ മുഴുവൻ തടസ്സം സൃഷ്ടിക്കും.
വരാനിരിക്കുന്ന ഒരുപാട് തലമുറകളെ നിത്യരോഗത്തിലേക്ക് തള്ളിവിടും. ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഭീകരതകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ഭീകരതകളാണ്. അതിന് 8 മാസം അനുവദിക്കുന്ന പടച്ചവനാണെങ്കിൽ നുണ പറയാൻ ഒരു 8 മാസം, എന്നാൽ അത് പറയുന്നു നല്ലതെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ ഒരു 8 മാസം, എന്നാൽ അത് ഇത്ര കുഴപ്പമില്ല. കള്ളുടിക്കാൻ ഒരു 8 മാസം, അതും ഇത്ര കുഴപ്പമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് അങ്ങോട്ട് ചെയ്യാനല്ല പ്രതിരോധിക്കാനാണെന്ന് പറഞ്ഞു. അത് അതിനേക്കാളും ബെസ്റ്റ്, അത് അതിനേക്കാളും ഉഷാറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രതിരോധിക്കാനാണെങ്കിൽ ഞാൻ കലണ്ടർ നോക്കിയിരുന്ന സംഗതി നടക്കുമെന്ന് വെച്ചു. തല്ലുമ്പോഴല്ലേ തിരിച്ചു തല്ല. ഇത് അതിലേക്കും വലിയ പൊട്ടത്തരം. ഞാൻ 8 മാസം, ഞാൻ 4 മാസം, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ യുദ്ധം ചെയ്യൂല. അപ്പൊ ഇന്ത്യ തീരുമാനിക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ യുദ്ധമല്ല, അപ്പോഴാ പാകിസ്ഥാൻ വരിക. ഇത് അതിൽക്കും വലിയത്. ഇത് ഒരു വിഭാഗം തീരുമാനിക്കേണ്ടതല്ല. അതാ പറയുന്നത്, ഇങ്ങനത്തെ ബുദ്ധിശൂന്യതകളാണെങ്കിൽ തൽക്കാലം ആ പോക്കറ്റിൽ വെച്ചാൽ മതി. ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഒരു രാജ്യം ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ല, ഒരു സമൂഹം ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ല പ്രതിരോധിക്കാനുള്ള യുദ്ധം. എപ്പോഴാണോ ശത്രു തല്ലുന്നത് അപ്പോഴാണ് തിരിച്ചടിക്കുക. അതിന് ഞാൻ മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ്, റജബ് യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് വരിക. എന്താ തീരെ കോമൺ സെൻസ് ഉപയോഗിക്കാത്തത്? ഫലാ തെളിമൂ ഫീഹിന്ന അഹദൻ, ആ 4 മാസത്തിൽ നിങ്ങൾ അവരോട് അതിക്രമം കാണിക്കരുത്. ഞാൻ ചോദിച്ചു, എന്നാ ബാക്കി 8 മാസത്തിൽ അതിക്രമം കാണിക്കാല്ലേ? ലുൽമ് പാടില്ല 4 മാസത്തിൽ. അപ്പൊ 8 മാസത്തിൽ ലുൽമാകാം. ഇങ്ങനെ എഴുതി വെച്ച ദീനാണെങ്കിൽ, അതാണ് പറയുന്നത്, പരിഭാഷകളിലും ഇതിന്റെ പുറത്ത് എഴുതപ്പെട്ട ഹദീസുകളിലും അതിനും പുറമെ രചിക്കപ്പെട്ട കർമ്മശാസ്ത്രങ്ങളിലും, കർമ്മശാസ്ത്രം എന്ന് ഞാൻ അതിന് പറയാറില്ല, അകർമ്മശാസ്ത്രം എന്നാണ് ഞാൻ അതിന് പറയാറുള്ളത്. കർമ്മം എന്ന് പറയുന്നത് മനുഷ്യാധ്വാനമാണ്. മനുഷ്യാധ്വാനമാണ് കർമ്മം. മാനവരാശിയുടെ ഗുണത്തിനും നന്മക്കും അവരുടെ സ്വൈര ജീവിതത്തിനും അവരുടെ നിലനിൽപ്പിനും ആവശ്യമായ അധ്വാനമാണ് കർമ്മം. അതാണ് കർമ്മം. പക്ഷേ കർമ്മശാസ്ത്രം എന്താ? ഒരു കർമ്മവും നടക്കണില്ല അവിടെ. അവിടെ മന്ത്രങ്ങൾ നടക്കുന്നുണ്ട്, തസ്ബീഹുകൾ നടക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, പക്ഷെ കർമ്മങ്ങൾ അവിടെ നടക്കുന്നില്ല. എന്ത് കർമ്മം അവിടെ നടക്കുന്നത്? ലോകത്ത് മുഴുവൻ ആളുകൾ, ദൈവത്തോടടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത ആളുകൾ ആരാ? ഹിന്ദു മതത്തിലാണെങ്കിൽ സന്യാസിമാർ, ക്രൈസ്തവ മതത്തിലാണെങ്കിൽ അച്ഛന്മാർ, ഇസ്ലാം മതത്തിലാണെങ്കിൽ മൗലവിമാരും മുസ്ലിയാക്കന്മാരും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ദൈവത്തോടടുത്ത ആളുകളാകണം എന്ന് തീരുമാനിച്ച് എല്ലാവരും പള്ളിയിൽ കയറിയിരുന്നാൽ ലോകം ഇരുട്ടാവും. അധ്വാനല്ല. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാണ്. ഹിന്ദു മതത്തിൽ ദൈവത്തോടടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത ആളുകൾ സന്യാസിമാർ, അതാണല്ലോ വെപ്പ്. ക്രൈസ്തവ മതത്തിൽ ദൈവത്തോടടുത്തവർ, ദൈവസാമീപ്യം സിദ്ധിച്ചവർ, ഏറ്റവും അടുത്ത ആളുകൾ അവരിലെ അച്ഛന്മാരും പാതിരിമാരും. ഇസ്ലാം മതത്തിലാണെങ്കിൽ ദൈവത്തോടടുത്തവർ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ ആരാണ്? മുസ്ലിയാക്കന്മാരും മൗലവിമാരും എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് ലോകത്തുള്ള 700 ചില്ലാനം കോടി ജനങ്ങളും തീരുമാനിച്ചു ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത ആളുകളാകണം. അതിനെന്ത് ചെയ്തു? എല്ലാവരും കൂടി പള്ളിയിൽ കയറിയിരുന്നു. മുസ്ലിങ്ങളായ ആളുകൾ, ഹൈന്ദവരായ ആളുകൾ മുഴുവൻ അമ്പലങ്ങളിലും കയറിയിരുന്നു, ക്രൈസ്തവർ ചർച്ചുകളിലും കയറിയിരുന്നു. ലോകം എന്താവും എന്ന് ചോദിച്ചു. ലോകം എന്താവും? ലോകം സീറോ ആവും. ലോകം വട്ടപ്പൂജയാവും പുരോഗതിയുടെ രംഗത്ത്. ഈ കമ്പ്യൂട്ടറും ഈ ഇന്റർനെറ്റും ഒക്കെ രാവും പകലും ഇരുന്ന് കണ്ടുപിടിക്കാൻ സായിപ്പ് അവിടെ ഉണ്ട്. സായിപ്പ് അവിടെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ലോകം മുഴുവൻ ദിക്ർ ചൊല്ലാൻ പള്ളിയിലിരുന്നാൽ ലോകത്തിൻ്റെ ഇനി ഒരു 2000 വർഷം അല്ല, ശിലായുഗം അല്ല, അതിൻ്റെയും പിന്നോട്ട് ലോകത്തെ കൊണ്ടുപോകലായിരിക്കും ഫലം. അതാണ് മതം എന്ന് പറയുന്നത് തന്നെ മനുഷ്യ പുരോഗതിയെ മുഴുവൻ തടസ്സം നിൽക്കുന്ന ഒന്നെന്നാണ് അർത്ഥം. അത് വിചാരിച്ചിട്ട് മതം വേണ്ടാന്നോ അള്ളാഹു വേണ്ടാന്നോ ഖുർആൻ വേണ്ടാന്നോ അല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് എന്നോട് ചോദിച്ചു, സൽക്കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്താൽ പോരെ, എന്തിനാ പൈലൊരു അള്ളേക്കേന്ന് ചോദിച്ചു. അള്ളാഹുടെയൊക്കെ ആവശ്യപ്പം എന്തിനാ? മനുഷ്യന് വേണ്ട സൽക്കർമ്മങ്ങളാണ് ചെയ്താൽ പോരെയാണ്. ഞാൻ പറഞ്ഞു മാനവരാശിയുടെ ഏകോപനം ഉണ്ടാവില്ല. ചെയ്താലൊക്കെ മതി, പക്ഷെ ഏകോപനം ഉണ്ടാവില്ല. സോഷ്യലിസത്തിന് ക്യാപിറ്റലിസം സമ്മതമല്ല.
ക്യാപിറ്റലിസത്തിന് സോഷ്യലിസം സമ്മതമല്ല, ഹൈന്ദവതയ്ക്ക് ക്രൈസ്തവത സമ്മതമല്ല, ഓഷോന്റെ തിയറിക്ക് മറ്റു തിയറികൾ സമ്മതമല്ല. ഇത് ഏതെങ്കിലും ഒരു മഹാൻ ലോകത്തോട് പറയുന്ന തിയറികൾ മറ്റൊരു രാജ്യത്തെ മഹാന് സ്വീകാര്യമല്ല. അവരെയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ, അവിടെ സൃഷ്ടാവ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആരാണ്? സൃഷ്ടികൾ. ആ സൃഷ്ടികളെ മുഴുവൻ ഏകോപിപ്പിക്കാൻ പറ്റിയ ഏകമായ ഒരു പ്രത്യയശാസ്ത്രത്തിന് കീഴിലല്ലാതെ, അങ്ങനെ ദൈവമെന്ന ഒരു പൊതു മാനദണ്ഡത്തിലല്ലാതെ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. ഇത് സത്യമാണ്. എങ്ങനെ സാധിക്കാം? നിങ്ങളത് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കണം. എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരിക്കുമ്പോൾ ദൈവമെന്ന ഒരു പൊതു മാനദണ്ഡത്തിലല്ലാതെ, അതാണല്ലോ പല ലോകത്ത് വന്ന പരിഷ്കർത്താക്കൾ മുഴുവൻ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് സ്ഥാപിക്കാനും ആ ദൈവത്തിൽ ഊന്നിക്കൊണ്ടുള്ള, ആ ദൈവവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രത്യയശാസ്ത്രം ലോകത്ത് അവതരിപ്പിക്കാനുള്ള കാരണം അതാണ്. അതില്ലാതെ നടക്കൂല. ദൈവം എന്ന പൊതു മാനദണ്ഡം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അത് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികൾ. ആ സൃഷ്ടികൾ കഴിഞ്ഞാൽ പിന്നെ ആരാ ആ സൃഷ്ടികൾക്ക് ശത്രു? പിശാചാണ് ആ ശത്രു. ആ പിശാച് എവിടെയാണ്? ആ പിശാച് അവൻ്റെ തന്നെ മനസ്സിലുമാണ്. ഇനി എന്താ ഇതിലേക്കും മേലെ ഖുർആന് പറയാനുള്ളത്? പിന്നെ ഖുർആൻ പറയുന്ന പേരുകൾ അവൻ്റെ സ്വഭാവ വ്യത്യാസങ്ങളിലുള്ള പേര് വ്യത്യാസമാണ്. മുസ്ലിം ആകട്ടെ, മോമിനാകട്ടെ, കാഫിറാകട്ടെ, മറ്റ് ഏത് പേരുകളിലാകട്ടെ, അത് അവൻ്റെ സ്വഭാവത്തിലുള്ള, അവൻ്റെ പെരുമാറ്റത്തിലുള്ള ആ സ്വഭാവ വ്യത്യാസത്തിനനുസരിച്ച് ഖുർആൻ കൊടുത്ത പേരുകളാണത്. അവൻ്റെ പ്രത്യക്ഷ ശത്രു പിശാചാണ്. ആ പിശാചാകട്ടെ അവൻ്റെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുമാണ്. എവിടെ ശത്രുത? ഇതുകൊണ്ടല്ലാതെ മാനവരാശിയെ ഒന്നിപ്പിക്കാൻ പറ്റിയ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ പ്രത്യയശാസ്ത്രം വികലമാക്കി കളഞ്ഞതല്ലോ, അത് അതിനേക്കാൾ ലോകത്തിന് അപകടകരവുമാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മതഭീകരത എന്ന് പറയുന്നത് മൗലികമായ കാര്യങ്ങളിലാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് നമ്മൾ മരുന്ന് തേക്കേണ്ടത്. വളരെ അടിസ്ഥാനപരമായ, ഒന്നുകൂടി പറയാം, ഇന്ന് ലോകത്ത് നടക്കുന്ന ഭീകരതാ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉപരിപ്ലവമാണ്. ആയുധം കൊണ്ട് കീഴടക്കാന്നാ ചിലവർ പറയുന്നത്. നടക്കൂല. ഞാൻ പറഞ്ഞില്ലേ, കൊന്നിട്ട് ലോകത്തൊരു സമൂഹത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ എന്നോ പോയിട്ടുണ്ടാവും. കാരണം വന്ന രാജാക്കന്മാർക്കൊക്കെ കൊല്ലലേർന്ന് ഇവിടെ പണി. കൊന്നൊരു ജനതയെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത് അതൊരു മൂഢവിശ്വാസമാണ്. അത് ലോകത്ത് അതൊരു ഒരു ജനതയെ കൊന്നിട്ട് ആ ജനതയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവരെ ഈ ഭീകരതയിലേക്കും തീവ്രതയിലേക്കും നയിക്കുന്ന അവരുടെ പ്രമാണം എന്താണോ ആ പ്രമാണത്തെ ശരിയായ രൂപത്തിൽ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ തിരുത്തുകയാണ് വഴി. അതേ വഴിയുള്ളൂ. 16 വയസ്സിൽ കെട്ടിക്കരുത് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നാൽ ആ നിയമവും ലംഘിക്കപ്പെടും. ആ നിയമം എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെയൊക്കെ വിവാഹങ്ങൾ നടന്നില്ലേ? ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ 16ഉം 14ഉം 15ഉം വയസ്സിൽ വിവാഹങ്ങൾ നടന്നു. പക്ഷെ നിയമം 18 കെട്ടിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഇവിടെയുണ്ട്. ഓരോ വീട്ടിലും പോലീസ് ഇറങ്ങി പരിശോധിക്കാൻ പറ്റുമോ? ഓരോ വീട്ടിലും കോടതി വന്ന് കണക്കെടുക്കാൻ പറ്റൂല. പക്ഷേ ഇത് തിരുത്തപ്പെടണമെങ്കിൽ അവരെ ഇതിന് പ്രേരിപ്പിച്ച മൗലികമായ അവരുടെ പ്രമാണം ഏതാണോ, ആ പ്രമാണത്തിൽ വികലമാക്കപ്പെട്ട ആശയം എന്താണോ, ആ ആശയത്തിലാണ് അവർക്ക് അതിൻ്റെ തകരാറാണ് തിരുത്തേണ്ടത്. അതാണ് മാറ്റിമറിക്കേണ്ടത്. അതിനാണ് ഭേദഗതി വരുത്തേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു അതിനൊക്കെ ഇവിടെ ലംഘിക്കപ്പെടും. ലംഘിക്കപ്പെടാത്ത ഒരു നിയമവും ഈ രാജ്യത്തില്ല. നിയമമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടുത്തെ ഇപ്പം മുസ്ലിം പുരോഹിതന്മാരൊക്കെ ഇന്ന് തീരുമാനിച്ച 24 മണിക്കൂർ കൊണ്ട് ഈ വിവാഹപ്രായം തീരുമാനിക്കപ്പെടും. ഇനി 18 വയസ്സാകാതെ കെട്ടിക്കരുതെന്ന് ഇവിടുത്തെ പുരോഹിതന്മാർ ഏതെങ്കിലും ഒരു രേഖ എടുത്തിട്ട് പറഞ്ഞാൽ മതി. ഇന്ന കോജ പറഞ്ഞുകൊണ്ടെങ്കിലും പറഞ്ഞിട്ടാണ് പറയാം. ഞാനതാ പറയണത്. ഇന്ന കോജ പറഞ്ഞുകൊണ്ടു 18 വയസ്സിൻ്റെ മുമ്പ് കെട്ടിക്കരുതെന്ന് പറഞ്ഞ് ഈ കോജാക്കന്മാർ ഒരു കോജയുടെ ഏതെങ്കിലും ആരും പരിശോധിക്കാനൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐഡിയ. പിന്നെ ഇവിടുത്തെ സാധാരണക്കാർ പരിശോധിക്കോ? അപ്പോൾ ഏതെങ്കിലും അസ്കലാനിൽ കസ്കലാനി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു നീണ്ട പേര് അബു ഇസ്മായിൽ അസ്മായിൽ കാളിയിൽ കുലാത്തിൽ കോജ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിൻ്റെ മുമ്പ് കെട്ടിക്കണത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം അംഗീകരിക്കും.
അതാ പറയുന്നത്, നിയമങ്ങൾ ലംഘിക്കപ്പെടും. പക്ഷേ അവരുടെ ഏതൊരു പ്രമാണത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണോ അവർ ഈ തെറ്റ് ചെയ്യുന്നത്, ആ പ്രമാണത്തിനെ ശരിയാക്കിക്കൊണ്ടാണ് അവരെ തിരുത്തേണ്ടത്. അതാണ് ആ വിഷയം അന്തിമമായി പരിഹരിക്കാനുള്ള വഴി. അതാണ് പറയുന്നത്, ഏതിലും നമ്മൾ മേലേനൊക്കെ തേക്കുന്നത്, മരുന്ന് ഉപരിപ്ലവമായിട്ടാണ് തേക്കുന്നത്. അതിൻ്റെ മൗലിക കാരണം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് ചികിത്സയാണ് വേണ്ടത്. ഈ ഖുർആൻ പരിഭാഷ വെച്ചിട്ടും ഈ ഹദീസുകൾ വെച്ചിട്ടും ലോകത്ത് മുസ്ലിങ്ങൾ ഭീകരവാദികളായിട്ടില്ലെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും. അവർക്ക് സമ്മാനം കൊടുക്കേണ്ടി വരും. ഉമിർത്തു അൻ ഉഖാത്തിലന്നാസ, ജനങ്ങളെ കൊല്ലാനും അവരോട് യുദ്ധം ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബുഖാരിയിലെ 27-ാമത്തെ ഹദീസ്. ഹത്താ യശ്ഹദു, അവർ ഷഹാദത്ത് കലിമ ചെല്ലുന്നത് വരെ. ഏത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമത്തി സ്വലാത്തി വ ഈതാഇ സകാത്ത്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നത് വരെ ആളുകളോട് യുദ്ധം ചെയ്ത് അവരോട് കൊല്ലാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഈ പ്രമാണം വിശ്വസിക്കുന്ന ഒരു ജനത തീവ്രവാദിയായിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ തകരാറുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത്. ആ ജനതയ്ക്ക് എവിടെയോ തകരാറുണ്ടെന്ന് അപ്പം മനസ്സിലാക്കിയാൽ മതി. ഈ പ്രമാണം വിശ്വസിക്കുന്ന ജനതയ്ക്ക് എന്തുകൊണ്ട് ലോകം തീവ്രവാദിയായിട്ടില്ല ഈ മുസ്ലിങ്ങൾ എന്ന് ഉണ്ടെങ്കിൽ ആ ജനതയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടയിടത്ത് വെച്ച് ശത്രുക്കളെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് കണ്ടയിടത്ത് വെച്ച ഒരു ഹിന്ദുവിനെയും കൊല്ലാതെ അവരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശത്രുക്കളുടെ പിരടിക്ക് മുകളിൽ വെട്ടുക, വെട്ടിയിട്ട് അവരുടെ വിരലുകളും വെട്ടുക. ഞാൻ അതിൻ്റെ ശരിയായതൊന്ന് പറയാം. അതിപ്പോൾ എതിർക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ മൗലവി അതിൻ്റെ ശരിയായ രൂപം എന്താണെന്ന് പറയും. ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി ഒന്നുകൂടി പറയാം. അവിടെ ലറബ എന്നുള്ള വേർഡാണ് വെട്ടുക എന്നുള്ളതിന് വരെ ഉപയോഗിച്ചത്. തല്ലുക എന്ന അർത്ഥം വരെ ഇല്ലാന്ന് ഖുർആനിൽ. ചുരുക്കിയാണ് പറഞ്ഞോളൂ നിങ്ങൾ. തല്ലുക എന്നുള്ള അർത്ഥം കൂടി ലറബക്ക് ഖുർആനിൽ ഇല്ല. ഇവർ തല്ലുക എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്, എന്താ? പെണ്ണുങ്ങളെ തല്ലുക. വലരിബൂഹുന്ന ഫഇലൂഹുന്ന വലരിബൂഹുന്ന ഫഇലൂഹുന്ന വഹ്ജുറൂഹുന്ന വലരിബൂഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കുക, കിടപ്പറ വെടിയുക, പിന്നെ 4 കൊടുക്കുക. എന്നിട്ട് അവിടെ വെളിവെന്ന് ബേജാറായിട്ട് എന്താ എഴുതിക്കണം? വരുത്താകാതെയാണ്, വേദനിക്കാതെ തല്ലാനാണെന്ന്. അത് പിന്നെ ബലയുടെ വക വ്യാഖ്യാനം. അവിടെ വരെ തല്ലുക എന്നല്ല അർത്ഥം എന്നാണ്. ഒന്നാമത് അവിടെ പെണ്ണുങ്ങളല്ല, അവിടെ നിസാവ് കൊണ്ട് പെണ്ണുങ്ങളല്ല എന്ന് വാദം അംഗീകരിച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ എടുക്കണ്ട. രണ്ടാമത്തെ വാദം അവിടെ ആരെയാണ് ഉപദേശിച്ച് നന്നാക്കേണ്ടത് എന്ന് പറയുന്ന ആ വിശ്വാസരംഗത്തും ആശയരംഗത്തും വീക്കായി കിടക്കുന്ന ആ ജനത ആരാണെന്നുള്ളതും, എന്നിട്ട് വളരെ ബൂഹന അവരെ സ്ട്രൈക്ക് ചെയ്യേണ്ടത്, അവരുടെ ബുദ്ധികളെ തട്ടി ഉണർത്തേണ്ടത് ആരാണെന്ന് എന്നുള്ളതും. അത് ഇന്നലെ നടന്ന പണ്ഡിതന്മാരുടെ ചർച്ചയിലും പറഞ്ഞു. അവർ സൂറത്ത് ബഖറയിലെ ഫഖുൽനളിരിബൂഹു ബിബാലിഹ, ഇപ്പോഴത്തെ വ്യാഖ്യാനം എന്താണോ? ആ പയ്യൻ്റെ വാലെടുത്തിട്ട് ആ കൊല്ലപ്പെട്ട തടിമ ഒരു അടി കൊടുക്കാൻ. അപ്പോൾ അയാൾ നീച്ചു നിന്നിട്ട് പറഞ്ഞു, ഇന്ന കൊന്ന ആൾ ഇന്നാളാണ്. എന്നിട്ട് അള്ള പറയുന്നത് കദാലിക യുഹ്യില്ലാഹുൽ മൗത, അങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. എങ്ങനെ? പോത്തിൻ്റെ വാലുകൊണ്ട് തച്ചിട്ട്. ഇതൊക്കെയാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ സത്ത അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ജീവനറ്റ് കിടക്കുന്ന, കൊല്ലപ്പെട്ട് കിടക്കുന്ന, ആത്മീയമായി ആശയപരമായി ജീവനറ്റ് കിടക്കുന്ന ഒരു ജനങ്ങളെ ഇതുകൊണ്ട് തട്ടിയുണർത്താനാണ് പറയുന്നത്. തട്ടിയുണർത്തിയപ്പോൾ അവരുടെ ബുദ്ധിയെ ഒന്ന് തട്ടിയപ്പോൾ അവർ സജീവരായി, അവർക്ക് ജീവൻ വെച്ച് വന്നു. ഖുർആനിൻ്റെ ജീവൻ വെക്കലൊക്കെ ആത്മീയമായ ജീവൻ വെക്കലാണ്. അല്ലാതെ മരിച്ചിട്ട് ഡെഡ് ബോഡി ആയിട്ട് ജീവൻ വെക്കുന്ന പരിപാടിയൊന്നും ഖുർആനിലില്ല. ആ മാജിക്കൊന്നും ഖുർആനിലില്ല. അങ്ങനെയാണെങ്കിലും ഈ ഖുർആനുകൾ കൂട്ടി വെച്ചലെങ്കിൽ നടക്കാത്ത സംഭവം ഒന്നും ഇതിൽ പറയില്ല. നിങ്ങൾക്കും എനിക്കും ഒക്കെ ചെയ്താൽ നടക്കണ കാര്യം ഇതിൽ പറയണുള്ളൂ. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു. പ്രവാചകത്വം എന്ന് പറയുന്നത് തന്നെ ഉന്നതമായ പദവിയാണ്. ഇനി അയാളെ മാജിക്കുകാരനെയും കൂടി ആക്കേണ്ട ആവശ്യമില്ല. ഇവരെ വിചാരം എന്താണോ? പ്രവാചകത്വം പദവി പോരാ, ഇനി ഒരു മാജിക്കും കൂടി കൊടുത്താലേ മൂപ്പർക്ക് ഒന്നും കൂടി സ്ഥാനം കിട്ടുള്ളൂ എന്നാ. ഒരു ഭരണാധികാരിയേക്കാൾ, ഒരു മാജിക്കുകാരനേക്കാൾ, ഒരു ഡ്രൈവറേക്കാൾ
മറ്റ് ഏതൊരു തൊഴിലിനേക്കാളും ഉന്നതമായ ഒരു പോസ്റ്റാണ് അത് പ്രവാചകത്വം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മെസ്സേജ് എത്തിക്കുക എന്ന ഈ ഡ്യൂട്ടി. പിന്നെ നമ്മൾ വെച്ചു കൊടുക്കുന്ന പദവികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ താഴെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കുകാരനാവുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കണുള്ളൂ, മുകളിൽ നിൽക്കണില്ല. ആകാശത്തു കൂടി അയാൾ പറന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മുകളിലൂടെ പറക്കുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും കണ്ടുപിടിച്ചപ്പോൾ അവർ താഴെയായി. അതാ ഞാൻ പറയുന്നത്. ഏതൊക്കെ പദവികൾ വികലമായിട്ട് നമ്മൾ പ്രവാചകന്മാർക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെ താഴെ പിന്നെ ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് താഴെ വന്നിട്ടുള്ളൂ. പ്രവാചകന്മാർ ചെയ്തു എന്ന് പറയുന്ന മാജിക്കുകളേക്കാൾ ഉന്നതമായ മാജിക്കുകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അവർ താഴെയായി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പ്രവാചകത്വം എന്ന് പറയുന്ന ആ പദവി തന്നെ മതി അവർക്ക്. അള്ള വെച്ചു കൊടുത്ത ആ പദവി മതി. ഇനി നമ്മൾ കൃത്രിമമായി ഒരു സ്ഥാനം അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടതില്ല. അത് അവരെ അവമതിക്കലാണ്. അപ്പൊ ലറബ എന്ന് പറയുന്ന വേർഡിന് അവിടെ പോത്തിനെ പശുവിൻ്റെ വാലുകൊണ്ട് തച്ചിട്ട് ഒരു ശവശരീരത്തെ എണീപ്പിച്ച കഥയല്ല, മറിച്ച് ആശയത്തിൽ നിന്ന് ജീവനറ്റ് കിടന്ന മനുഷ്യരെ വൈജ്ഞാനികമായി അവരുടെ ബുദ്ധിയെ ഒന്ന് തട്ടിയുണർത്തിയപ്പോൾ അവരിൽ നിന്നുണ്ടായ സജീവതയാണ്. അത് വരും. ഇത് മനസ്സിലാക്കി ആരും വരും. ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. കാരണം ഇവന്റെ തന്നെ അസ്തിത്വത്തിനും നിലനിൽപ്പിനും നിങ്ങൾക്ക് ഒരു സ്വർഗീയ ജീവിതം വേണ്ട നിങ്ങൾ പറയോ? നിങ്ങൾക്കൊരു സ്വർഗീയ ജീവിതം എനിക്ക് വേണ്ടാന്ന് ആരെങ്കിലും പറയോ? ഞാൻ ഒന്നും വേണ്ട സഹോദരങ്ങളെ, ഞങ്ങളോട് ചോദിച്ചു. ഈ ഖുർആനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സ്വർഗീയ ജീവിതം ഇവിടുന്ന് തന്നെ കിട്ടും. നാളെ പരലോകത്തുനിന്ന് വേറെയും കിട്ടും, അതവിടെ ഇരിക്കട്ടെ. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ, അത് ഒരു ജന്നത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ വേണ്ട നിങ്ങൾക്കുണ്ടോ? അതിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അത് നിങ്ങളൊരു സ്വർഗമായി കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വേണ്ടാന്നുണ്ടോ? അതിൻ്റെ സുഖം നിങ്ങൾക്ക് അറിയില്ലട്ടില്ല. നമ്മൾ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് നിങ്ങൾ 1,00,000 ഉറുപ്പിക എനിക്ക് തന്നാൽ അതിനേക്കാൾ സുരക്ഷിതത്വ ബോധമാണ് ഞാൻ സംരക്ഷിക്കപ്പെടും, ഞാൻ സുരക്ഷിതനാക്കപ്പെടും എന്ന് പറയുന്ന ആ വാല്യൂ, ആ മൂല്യം. നിങ്ങൾ എനിക്ക് 1,00,000 തന്നാൽ ചിലപ്പോൾ നാളെ കഴിയും. നിങ്ങളൊരു കുട്ടിക്ക് ഒരു 10,000 രൂപ കൊടുക്കുന്നതും അവൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നതും തമ്മിലുള്ള മാറ്റം എത്രമാത്രം വ്യത്യാസമുള്ളതാണ് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാൽ മതി. ഒരു സുരക്ഷിതത്വ ബോധം, തൻ്റെ അയൽക്കാരിൽ നിന്നും തൻ്റെ സമൂഹത്തിൽ നിന്നും തൻ്റെ രാജ്യത്തിൽ നിന്നും സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നിങ്ങൾക്ക് സംജാതമാവുക എന്ന് പറയുന്നതിന് അത് നിങ്ങൾ എന്ത് വില കൊടുത്താൽ അങ്ങോട്ട് കിട്ടുക, നമുക്ക് കിട്ടുക. അങ്ങനത്തെ ഒരു സ്വർഗീയ ഇതാണ്. ഇത് മൗലികമായ മനുഷ്യന്റെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങളെയാണ് ഈ ഖുർആൻ ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ എന്ത് വില കൊടുത്താൽ കിട്ടും? നമ്മളെ കുട്ടികൾ സുഖമായി കടന്നിറങ്ങണം എന്താണ്? നമുക്ക് അസ്വസ്ഥത എന്താണ്? നാളെ കുട്ടികൾക്ക് എന്താ കൊടുക്കാൻ വയ്യാന്നുള്ള ഈ വേവലാതി കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായി അവർ ഉറങ്ങുന്നു. കാരണം അവർക്ക് ഒരു രക്ഷിതാവിൻ്റെ സുരക്ഷിതത്വ ബോധമുണ്ട്. ഒരു സമൂഹത്തിലെ ഓരോ പൗരന്മാരും തൻ്റെ അയൽവാസിയെ കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടില്ല, തൻ്റെ സമൂഹത്തെ കൊണ്ട് ഞാൻ ആക്രമിക്കപ്പെടില്ല, തൻ്റെ രാജ്യം കൊണ്ട് തൻ്റെ നീതി നിഷേധിക്കപ്പെടുകയോ താൻ ആക്രമിക്കപ്പെടുകയോ തൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുകയോ ചെയ്യുകയില്ല. ഞാൻ പീഡിപ്പിക്കപ്പെടുകയോ ഞാൻ മർദ്ദിക്കപ്പെടുകയോ ഞാൻ പട്ടിണി കിടക്കുകയോ ഞാൻ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ എനിക്ക് സുരക്ഷിതത്വം തരാൻ എൻ്റെ അയൽവാസിയുണ്ട്, എൻ്റെ സമൂഹമുണ്ട്, എൻ്റെ രാജ്യമുണ്ട് എന്ന ഈ സുരക്ഷിതത്വ ബോധം നിങ്ങൾക്ക് കിട്ടിയാൽ അതിനേക്കാളും വലിയ വാല്യുബിളായ ഒരു വസ്തു എന്താണ് ഇവിടെ ഉള്ളത്? അത് നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നുള്ളതില്ല. ഈ ഒരു സ്വർഗീയമായ ജീവിതം അതാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖിക്കണ്ട, വ്യസനിക്കണ്ട, ദുഃഖമില്ല അവിടെ. അങ്ങനത്തെ ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടതിൽ എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടല്ലോ എന്ന ദുഃഖമില്ല, എൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടല്ലോ എന്ന വ്യഥയില്ല, എനിക്ക് ഞാൻ പീഡിപ്പിക്കപ്പെട്ടല്ലോ എന്ന പ്രശ്നം ദുഃഖമില്ല. ഇങ്ങനെയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു സ്വർഗം. അപ്പം എന്നോട് ചോദിച്ചത് അതൊക്കെ വരുമോ മാഷേന? അത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലോകം മുഴുവൻ അതൊക്കെ ഇപ്പം നടക്കുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരുന്നാൽ ഇരുട്ടിക്കഴിഞ്ഞോളി. നമുക്ക് കുഴപ്പമൊന്നുമില്ല.
അതാണ് ഇലക്ട്രിസിറ്റി. അതൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കൽ നടക്കുമോ? ഇപ്പം ഉള്ളതൊക്കെ മതി, അതൊന്നും ഇപ്പം നടക്കണ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുട്ടാ വേണ്ടെന്ന് അവിടെ ഇരുന്നോളി, ഈ സുഖസൗകര്യങ്ങളൊന്നും ഉപയോഗിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആകാശത്ത് കൂടി പോണ വാഹനം വരുമോ എന്ന് ആലോചിച്ചിട്ട് മാപ്പിളാരെ പോലെ പള്ളി കയറി ഇരുന്നിട്ട് ലോകം മുഴുവൻ ഇരുന്നിരുന്നുവെങ്കിൽ ഞാൻ ഹജ്ജിന് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറയാൻ കഴിയില്ല മാപ്പിളാർക്ക്. വേറെ കുഴപ്പമൊന്നുമില്ല. എവിടേക്കാണ് നിങ്ങൾ പോകണത്? ഞാൻ ഹജ്ജിന് ടിക്കറ്റൊന്ന് ബുക്ക് ചെയ്യാൻ പോവുക, വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുക എന്ന് പറയാൻ ഒരു 50-100 കൊല്ലം മുമ്പ് റൈറ്റ് സഹോദരന്മാർ തൊട്ട്. അപ്പം അതാണ്, ലോകത്തിനോട് നമുക്കൊരു കടമയുണ്ട്. അതവിടെ ഇവിടെ ആരോ പ്രസംഗിച്ച പറഞ്ഞു, പോത്തും മൂരിയാകാനാണെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താ? തിന്നുക, ഇണചേരുക, കടന്നുറങ്ങുക. അതാണ് മനുഷ്യധർമ്മമെങ്കിൽ വേറൊന്നും എനിക്ക് പറയാനില്ല. മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യർ ത്യാഗങ്ങളിലൂടെയും ഉറക്കമൊഴുക്കുകളിലൂടെയും അധ്വാനത്തിലൂടെയും നേടിയെത്തന്ന ഈ സുഖസൗകര്യങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലും പങ്ക്, അത് ഒരു ലാഭേച്ഛയും കൂടാതെ എന്തെങ്കിലും ഒരു പങ്ക് ഈ ലോകത്തിന് കൊടുത്തിട്ട് വേണം എനിക്കും പോകാൻ എന്ന ഈ ഒരു ലോകത്തോടുള്ള ഈ കടപ്പാടിൻ്റെയും ഉത്തരവാദിത്വവുമാണോ നമ്മെ നയിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ലോകത്തിന് വേണ്ടി. മാനവരാശിയിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. നിങ്ങൾക്കറിയോ ചരിത്രം? നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കണം. ഈ സുഖസൗകര്യങ്ങളിൽ ലോകമെത്താൻ ലോകത്തൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾ പീഡിപ്പിക്കപ്പെട്ടു, രാപ്പകലുകൾ അധ്വാനിച്ചു. തൻ്റെ ജീവിതത്തിൽ പോലും അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പില്ല. എന്നിട്ട് പോലും ഒരു ലാഭേച്ഛ, ഒരു പൈസയുടെ ലാഭേച്ഛ പോലും ആഗ്രഹിക്കാതെ ദിനരാത്രങ്ങൾ ഉറക്കമൊഴിച്ച് അധ്വാനിച്ച്, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുകയുണ്ടായി, 6 മണിക്ക് കൊല്ലപ്പെടുന്ന മനുഷ്യൻ എഴുതി വെച്ച 5 മണിക്ക് അയാൾ ഇരുന്ന് എഴുതി വെച്ച വിജ്ഞാനങ്ങളുടെ ഒരുപാട് ശേഖരങ്ങളാണ് ലോകത്തുണ്ടായ ശാസ്ത്രീയ പുരോഗതിയുടെ സർവ്വ പുരോഗതിയുടെയും ഒരു ഹേതു എന്ന് പറയണ്ടായി. ആ മനുഷ്യൻ വേവലാതിപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരുപാട് അധ്വാനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് ലോകത്തിന് കിട്ടിയ ഈ പുരോഗതി മുഴുവൻ. ഇത് മുഴുവൻ മൃഗത്തെ പോലെ അനുഭവിച്ച് മരിക്കാനല്ല, ഇതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഒന്ന് തൻ്റെ ജീവിതം കൊണ്ട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കടപ്പെട്ട ബാധ്യത ലോകത്തിന് നിർവഹിക്കുക എന്നതാണ് ലോകത്തോട് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ത്യാഗം എന്ന് പറയുന്ന വാക്കിനെ തന്നെ മത പുരോഹിതന്മാർ വികലമാക്കി കളഞ്ഞു. എന്താ ത്യാഗമെന്നോ? നമ്മുടെ സമൂഹത്തിൻ്റെ ത്യാഗം എന്ന് പറയുന്നത് എന്താ? മുടി കളയലൊരു ത്യാഗം, മൊട്ടടിക്കലൊരു ത്യാഗം, തൊഴുത്തിലുള്ള ഒരു പോത്തിനെ വെട്ടിയിട്ട് അവനാണ് തന്നെ ഭക്ഷിക്കൽ, അതൊരു ത്യാഗം. 5x5 25 മിനിറ്റ് കുമ്പിടലൊരു ത്യാഗം. ഇതൊക്കെ നമ്മളെ കൗമിൻ്റെ ത്യാഗം. ഉച്ചക്ക് ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കി അതിൻ്റെ 4 ഇരട്ടി വിശിഷ്ട ഭക്ഷണങ്ങൾ രാത്രിയും രാവിലെയുമായി തിന്നുന്നത്, അതിനേക്കാൾ വലിയ ത്യാഗം. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ത്യാഗം വേണ്ടല്ലോ, കായ് മുടക്കി ഹജ്ജിന് പോകണ്ട, ത്യാഗമല്ല. പട്ടിണി കിടക്കണ്ട, ത്യാഗമല്ല. എന്താ നിങ്ങളുടെ സുഖം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര ത്യാഗമാണെന്ന്. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ത്യാഗം ഭയങ്കര ത്യാഗം. ഇവിടുന്ന് വിമാന ടിക്കറ്റ് എടുത്തു, ഭയങ്കര ത്യാഗം. വിമാനത്തിൽ നല്ല AC പോയി, നല്ല ത്യാഗം. അവിടെ പോയി 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചു, അതിനേക്കാളും വലിയ ത്യാഗം. 6-7 മണിക്കല്ലെടുത്തിട്ട് പില്ലർ മേൽക്കിടുന്നു, ഭയങ്കര ത്യാഗം. ഒരു മൂരിനെ എന്തിനോ വാങ്ങിയർത്തു, മഹാത്യാഗം. ഒരു കെട്ടിടത്തെ ഇങ്ങനെ ചുറ്റി നടന്നു, അതിനേക്കാളും വലിയ ത്യാഗം. ഒരു കുന്നിൻ്റെ ഇടയിൽ കൂടി നടന്നു, അത് വലിയ ത്യാഗം. ബാക്കി കാശുകൊണ്ട് അവിടുത്തെ ഉന്നതമായ സ്റ്റാളുകളിൽ പോയി പർച്ചേസ് നടത്തിപ്പോന്നു, അത് അതിനേക്കാളും വലിയ ത്യാഗം. നാട്ടിൽ വന്നിട്ട് അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അണക്ക് വേണ്ടി ഞാൻ ദ്വാർന്നിട്ടുണ്ട്, അത് അതിനേക്കാളും വലിയ ത്യാഗം. ഇതൊക്കെയാണ് ത്യാഗത്തിൻ്റെ അർത്ഥമെങ്കിൽ ആ ത്യാഗം നമുക്ക് വേണ്ടാന്ന്. ഇതാണ് ഇന്നത്തെ ത്യാഗത്തിൻ്റെ നിർവചനം. അപ്പം ഞാൻ അതാ പറയണത്, ത്യാഗത്തിൻ്റെ നിർവചനം തന്നെ മാറ്റിപ്പണിയേണ്ടതുണ്ട് മതവിശ്വാസികൾ. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ലറബ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഞാൻ തിരിച്ച് വേറെ കുറേ വഴികളിലൂടെ പോയി വന്നത്. അപ്പം ലറബ എന്ന് പറയുന്ന വാക്കിന് തന്നെ ഞങ്ങൾ പഠിച്ച അർത്ഥം അടിക്കുകയാണ്. ഈ ഖുർആനിൽ ഫളിരിബു ഫൗക്കൽ അഅനാക്കി എന്ന് പറയുന്ന ഈ ആയത്തിലല്ലാത്ത ഒരായത്തിലും വെട്ടുകയെന്ന് അർത്ഥമല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെന്താണ്? അഅനാക്ക് എന്ന വാക്കിന് കഴുത്ത് എന്ന് നേരെ ഈ പിരടി എന്ന അർത്ഥത്തിൽ ഈ ആയത്തിലല്ലാതെ പറഞ്ഞിട്ട് തന്നെയല്ല. സൂറത്ത് യാസീലുണ്ട്, ഇന്നാ ജഅൽനാ ഫീ അഅനാക്കിഹിം അഗ്ലാലൻ.
ഈ പെരടിയല്ല അത്. ഞാൻ പറഞ്ഞു കാഫിരീങ്ങളുടെ പെരടിയൊക്കെ ഒന്ന് തപ്പി നോക്കിയൊക്കെ എത്ര ചങ്ങലുണ്ട്, ചങ്ങലകളുണ്ടോ? അത് പെരടിയല്ല, അത് അവൻ്റെ ബുദ്ധിയാണ്. വരിങ്ങൾ അവൻ്റെ ചിന്തയാണ്. അവൻ്റെ ചിന്തക്കും അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ കാഴ്ചക്കുമാണ് അവിടെ വിലങ്ങുകൾ. വരി പ്രവാചകന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അൻഹും ഇസ്റഹും, അവരുടെ ഭാണ്ഡക്കെട്ടുകൾ അദ്ദേഹം ഇറക്കി വെക്കും. വല്ല അകലാലല്ലത്തി ഫീ അയനാക്കിഹിം, അവരുടെ പിരടികളിലുള്ള ചങ്ങലകളും അയാൾ ഇറക്കി വെക്കും. അതാണ് ആ പ്രവാചകന്റെ ദൗത്യം. ആ കാഫിരീങ്ങളുടെ മക്കാ മുശ്രിക്കുകളുടെ പെരടിയിലൊക്കെ എത്ര ശക്തിയുള്ള ചങ്ങലയായിരുന്നു. അതില്ല, അത് അവരുടെ അടിമത്തം, അവരുടെ വിശ്വാസപരമായ അടിമത്തം, അന്ധവിശ്വാസങ്ങൾ, അറിവില്ലായ്മ, ഇങ്ങനത്തെയൊക്കെ ഈ ചങ്ങലകളാണ്. അത് വരി ഈ അയനാക്കി ഈ ഇവിടേക്ക് എത്തിയപ്പോൾ എവിടുന്ന ഈ കഴുത്തന്നെ വന്നത്? അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വളരെ ആസൂത്രിതമായി 2 വാക്കുകൾ അട്ടിമറിച്ചു. ഖുർആനിൽ ഒരു സ്ഥലത്തും ലറബക്ക് വെട്ടുക എന്ന അർത്ഥം കൊടുത്തില്ല. തല്ലുക എന്നൊരർത്ഥം കൊടുത്തിട്ടുണ്ട്, ആ അർത്ഥം പോലും ഇവിടെ കൊടുത്തില്ല. അയനാക്ക് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു സ്ഥലങ്ങളിലും കഴുത്തുന്നില്ല. ആ ഇല്ലാത്ത ഒരർത്ഥം, ശരിയായ ഫിസിക്കലി ശാരീരികമായ കഴുത്ത് എന്ന അർത്ഥം മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത ഒരു അർത്ഥം ഇവിടെ കൊണ്ടുവന്ന് ഇവരെന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ട് ശത്രുക്കളുടെ തല അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളെ അവരെ സ്ട്രൈക്ക് ചെയ്യുകയും തടുത്തു നിർത്തുകയും അവരെ അതിൽ നിന്ന് തടയുകയും അക്രമത്തിൽ നിന്ന് അവരെ പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് അവരെ പിടിച്ചുകെട്ടുക എന്ന മറ്റൊരർത്ഥം. ഈ 2 അർത്ഥമാണ് ഖുർആനി പണ്ഡിതന്മാർ ഇന്ന് വരെ പറഞ്ഞ അർത്ഥങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്. ഈ 2 അർത്ഥങ്ങളിൽ ഏത് വേണമെങ്കിലും മാനവരാശിക്ക് ഗുണം ഏതാന്ന് വെച്ചാൽ അത് അവതരിപ്പിക്കാം. ഇനി നോക്കൂ, ഇനി ഞാൻ വേറൊന്ന് പറഞ്ഞ് ഖുർആനിനെ തെറ്റായ ഒരു ധാരണ വെച്ചുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കാനാണ് പറഞ്ഞ ആയത്തുകൾ ശരിക്ക് പറഞ്ഞു തരുന്നത്. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. സഖിഫ എന്ന് പറയുന്ന വാക്കിന് 1ാമത്തെ അർത്ഥം സംസ്കാരം നേടുകയാണ്. 2ാമത്തെ അർത്ഥമേ ഉള്ളൂ അദ്റക, പിടികൂടുക എന്നുള്ള അർത്ഥം. നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാലും പറഞ്ഞാൽ മതി എനിക്ക്. സഖിഫ എന്ന് പറഞ്ഞാൽ 1ാമത്തെ അർത്ഥം സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം നേടുക എന്നാണ്. ഒരു പേരെന്നെ കേട്ടിട്ടില്ല നിങ്ങൾ? സഖാഫത്തി സുന്നിയാണ്. സുന്നി സാംസ്കാരികം എന്നാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ. സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ്. അതാണ് സഖിഫ, സംസ്കാരം നേടുക. നിങ്ങൾ നേടിയ സംസ്കാരം അനുസരിച്ചേ നിങ്ങൾ പ്രതിരോധിക്കാവൂ. അത് മസ്ജിദുൽ ഹറാമിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും എന്നാ പറയുന്നത്. അതിൽ തുടർന്ന് പറയുന്നതാണ്. മസ്ജിദുൽ ഹറാം എന്താണെന്നൊക്കെ ഇനി അടുത്തൊരു സന്ദർഭത്തിൽ ഉച്ച കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ എൻ്റെ വിഷയത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാം. മസ്ജിദുൽ ഹറാം ഇന്നത്തെ മസ്ജിദുൽ ഹറാം തന്നെയാണോ, അതല്ല വേറെ വല്ലതും ആണോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ വഖ്തുലൂഹും നിങ്ങൾ നേടി, എന്നാൽ പോലും മസ്ജിദുൽ ഹറാമിൻ്റെ കാര്യത്തിലല്ലാതെ നിങ്ങളൊരു ഏറ്റുമുട്ടലിന്, ഒരു പോരാട്ടത്തിന് നിങ്ങൾ പോകരുത്. കാരണം അത് ഒരു സമൂഹത്തിൻ്റെ ബേസിക് നിലനിൽപ്പിന് ആവശ്യമാണ് മസ്ജിദുൽ ഹറാം. ഈ മസ്ജിദുൽ ഹറാമും ലംഘിക്കപ്പെട്ടാൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അത് ഇസ്ലാമിൻ്റെ പ്രാഥമികമായി ഒരു മനുഷ്യൻ പ്രവേശിക്കേണ്ട മസ്ജിദാണ്. അവിടുന്ന് ആളുകളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അത്യാവശ്യം നിലനിൽപ്പിന് തന്നെ ഹാനികരമാണ്. അതിൽ 1ാമത്തത് ശിർക്ക് ചെയ്യരുതെന്നാണ്. അതിൽ 1ാമത്തെ നിബന്ധന. 2ാമത്തത് വധം പാടില്ല എന്നാണ്. അങ്ങനത്തെ കുറച്ച് വിലക്കുകളാണ് അവിടെ ആ പള്ളിയിലുള്ളത്. ആ വിലക്കുകളുടെ പള്ളിയിലുള്ള ഏതാനും ഹുർമത്താക, പവിത്രത ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ആവശ്യമായ മൗലികമായ തത്വങ്ങളാണ്. അതിലല്ലാതെ നിങ്ങൾ ജനങ്ങളോട് ഒരു പോരാട്ടത്തിനോ ഒരു ഖിതാലിനോ നിങ്ങൾ പോകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ പോലും നിങ്ങൾ നേടിയ സംസ്കാരം അനുസരിച്ച് അവരോട് പോരാടാൻ പാടുള്ളൂ. അതാ ഞാൻ പറയുന്നത്. പുരോഹിതന്മാർ അനാവശ്യം അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മൾ പറയാൻ പോണ്ട. താൻ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ലാഭേച്ഛയും കൂടാതെ ഇവർ പറയുന്ന അനങ്ങിയ പറയും നിങ്ങൾക്ക് സയനിസ്റ്റ് കായിട്ടുന്നുണ്ടെന്ന്. അനങ്ങിയ വില എഴുതുന്നതാ, നിങ്ങൾക്ക് സിയോണിസ്റ്റിയറെ കായിട്ടുന്നുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ. ഞാൻ പറഞ്ഞു ഭയങ്കര പൈസ ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത്, ഞങ്ങളെ കുടിയൊക്കെ ഇപ്പോൾ AC ആക്കിയിട്ട് നല്ല പണം വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു സത്യസന്ധമായി വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ മതസംഘടനകളുടെയും മതപുരോഹിതന്മാരുടെയും വരുമാനം വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഖുർആനിൽ പ്രവർത്തിക്കുന്ന
നേതാക്കന്മാരുടെയും ഇതിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെയും ഇപ്പോൾ പ്രവർത്തിച്ച് പോയ മൗലവിയുടെയും അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം അദ്ദേഹത്തെ പഠിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഞാൻ പഠിച്ചിട്ടില്ല. ഒരു വീട് തൻ്റെ സ്വത്ത് കൊണ്ട് സ്വത്ത് വിറ്റിട്ട് ദീൻ നടത്തിയ കേരളത്തിൽ ഒരു നേതാവിനെ നിങ്ങൾ പറഞ്ഞു തരും എനിക്ക്. പൂജ്യത്തിന് തുടങ്ങി കോടീശ്വരന്മാരായ നേതാക്കന്മാരെ അല്ലാതെ തൻ്റെ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് ദീൻ നടത്തിയ ഒരാളെ നിങ്ങൾ പറഞ്ഞു തരും. എൻ്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞ ലേശം മോശമാക്കി പറയും കേട്ടില്ലേ, അത് പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, സാമ്പത്തിക ചൂഷണം ചെയ്യാത്ത ഏത് പുരോഹിതന്മാരാണ് നേതൃത്വത്തിലാണ് പറയുന്നത്? ഏതെങ്കിലും പാവങ്ങളുണ്ടാവും ഇതൊക്കെ സത്യസന്ധമാണെന്ന് വിചാരിച്ചിട്ട് അവരെ നിങ്ങൾ പറയണ്ട. ഇന്ന് നിലവിലുള്ള മതസംഘടനകളുടെ നേതൃത്വത്തിൽ സാമ്പത്തിക ചൂഷണങ്ങൾ ചെയ്യാത്ത ഒരു നേതാവിനെ കൊടുന്നാണ് നിങ്ങൾ കാണിച്ചേരി. ഇനി ലേശം കൂടി അപ്പുറത്തേക്ക് ഞാൻ പോയാൽ അറബി കോളേജുകളിലും പള്ളി ദർസുകളിലും കുറേ കാലം ചുറ്റിത്തിരിഞ്ഞ ആളായതുകൊണ്ട് ഞാൻ ലേശം കൂടി കടന്നു പറഞ്ഞാൽ ധാർമ്മിക രംഗത്ത് മാന്യത പുലർത്തുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? നമ്മുടെ സംസ്കാരം ഈ ഖുർആൻ പറയാന്നുള്ളതാ. ഞാൻ മടവൂരിയാന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കട. ഞാൻ AP ഗ്രൂപ്പാണെന്ന് പറയാൻ എനിക്ക് അതിനേക്കാളും നാണക്കട. പല ചോട്ടകളും ഞങ്ങളുടെ നാട്ടിലടക്കം വലിയ വലിയ ഉന്നത സമ്പത്തുകൾ വാരിക്കൂട്ടുകയാണ്. സാമ്പത്തിക അഴിമതി വളരെ വലിയതാണ്. പിന്നെ കേരളത്തിലെ ഏത് പണ്ഡിതൻ്റെ ആളാണ് ഞാൻ ആകേണ്ടത് എന്നാ പറയേണ്ടത്? നിങ്ങൾ പറയും. എന്താ ചേകന്നൂരി ആയാൽ കേരളത്തിലെ ഒരു മതനേതാവിലേക്ക് തന്നെ ചേർത്ത് പറയാൻ അർഹതയുണ്ടെങ്കിൽ അത് ചേകന്നൂർ മൗലവിക്കേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നമ്മളങ്ങനെ ചേർത്ത് പറയണം എന്നല്ല പറയണത്, പക്ഷെ അങ്ങനെ പറയാൻ കേരളത്തിൽ ഒരു അവകാശം ഉണ്ടെങ്കിൽ അത് ചേകന്നൂർ മൗലവിക്കേ ഉള്ളൂ. ഞാൻ പഠിച്ചു വന്ന സംഘടനകളുടെയും സഞ്ചരിച്ച സംഘടനകളുടെയും മനസ്സിലാക്കിയ നേതാക്കന്മാരിലൂടെയും എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ. എൻ്റെ അറിവിൻ്റെ സംക്ഷിപ്തമായ ഒരു വശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അല്ലാതെ ഇല്ല. എന്താണ് അദ്ദേഹം ഇവിടെ ചെയ്ത തെറ്റെന്താ? എന്ത് തെറ്റാ അയാൾ ചെയ്തത്? മനുഷ്യരെ നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം, അതൊരു തെറ്റാ? വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ച മകൻ്റെ കുട്ടികൾക്ക് ആ സ്വത്ത് കൊടുക്കണം, അത് തെറ്റാ? നിങ്ങൾ പടച്ചോൻ്റെ കിതാബ് എടുക്കി, കോജാക്കന്മാർ എഴുതി വെച്ചത് എടുക്കണ്ട, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഗ്രന്ഥം എടുക്കുകയും അതൊരു തെറ്റാ? എന്ത് തെറ്റാ അയാൾ ചെയ്തത്? ഒരു മനുഷ്യനെ പിന്നിൽ നിന്ന് മുണ്ടിട്ട് മുറുക്കാൻ ഇന്നൊക്കെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് കരയും അദ്ദേഹം. കാരണം ലോകത്ത് നടക്കുന്ന ഖുർആനികമായ ചലനങ്ങൾ, പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ, ലോകത്തിന് ഇതിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അർത്ഥങ്ങൾ, ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം സന്തോഷം കൊണ്ട് കരയും. ലോകത്തിന് ഇപ്പം ഇന്നലെ വന്ന ആളുകൾ പറയാം, അവരുടെ ഓരോ ക്ലാസ്സുകളിൽ 100-200 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ തമിഴ്നാട് വല്ലാതൊന്നും ദൂരെ പോണ്ട. അപ്പൊ ലോകത്ത് നടക്കുന്ന ഖുർആനികമായ നവോത്ഥാനം ലോകത്ത് ഇനി ഇതിനൊരു ഏകോപനം കൂടി ഉണ്ടായാൽ മതി. നിങ്ങൾ 1000 വട്ടം ചേകന്നൂരി എന്ന് വിളിച്ചോളി, ഞാനൊന്ന് കോളർ വിൽക്കും. ഉഷാറാണോ? എന്താ നിങ്ങളെ നേതാക്കന്മാരെക്കാളൊക്കെ 100 മണക്ക് പരിശുദ്ധനാണ്. സാമ്പത്തിക രംഗത്ത് അഴിമതില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് സത്യാന്നാണ് അതിൻ്റെ അർത്ഥം, അത് കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആയത്തോതിയല്ലോ, ആയത്തോതി. പിന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവർ പുരോഹിതന്മാർ, അതുണ്ടെങ്കിൽ അത് പൗരോഹിത്യമല്ല, അത് സത്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രവാചകനും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കൊരു കൂലി തരുന്നു. അതാണ് അത് ദിവ്യ സന്ദേശത്തിൻ്റെ പ്രബോധകരാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാതാ. എനിക്ക് കാശ് വേണ്ട, അത് മൗലവി അതിൻ്റെ ആളായിരുന്നു എന്നുള്ളത് വേറെ ഒന്നും മാ അസ്അലുക്കും മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ല അലല്ലാ എന്ന് പറയാത്ത ഒരൊറ്റ പ്രവാചകന്മാരും ഇല്ല. കൂലി വേണ്ട. ഇത് പ്രസംഗം കഴിഞ്ഞാൽ തലചോറിയ പോകത്തില് കൂലി ഉണ്ടാന്നാ. 20 കൊല്ലത്തെ ഇവിടുത്തെ കേരളത്തിലെ മൗലവിമാരെ പരിശോധിച്ച് നോക്കി, കോടീശ്വരന്മാരാകാത്ത മൗലവിമാരുണ്ടോ?
ഈ ഖുർആനിൻ്റെ ചെറിയൊരു ഗ്രൂപ്പ് ചെറിയ വ്യത്യാസമുള്ള അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരാവുന്ന ഏത് വ്യത്യാസങ്ങളാണെങ്കിലും ഈ പണ്ഡിതന്മാരൊക്കെ ഇപ്പം നിലവിലുള്ളവരും കഴിഞ്ഞു പോയവരുടെയും ആസ്തി പരിശോധിക്കും. എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ചേകന്നൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കണ്ട. അദ്ദേഹം ഒരു പെണ്ണിനെയും പിടിച്ചിട്ടില്ല, ഒരു ചെറുക്കൻ്റെ പിന്നാലെയും പോയിട്ടില്ല. അതാ ഞാൻ എനിക്ക് താഴാൻ വയ്യാന്ന് പറയാനാണതാ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ചിലവർ മനസ്സിലാക്കിക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊല്ലം കൂടുമ്പോൾ അങ്ങനെ ഒരു യോഗം കൂടിയിട്ട് മൗലവിയുടെ മധു പറയാം, ഇങ്ങോട്ട് പിരിയാ. അതല്ല, അങ്ങനെ അനുസ്മരണങ്ങൾ കുറേ ലോകത്ത് നടക്കുന്നുണ്ട്. റോഡിന് പേരിടുക, ഒരു കെട്ടിടത്തിന് പേരിടുക, അയാളെ കണ്ണട പാത്തി വെക്കുക, അയാൾ ഇരുന്ന കസേര പാത്തി വെക്കുക, അയാൾ ഉപയോഗിച്ച പേന സൂക്ഷിച്ച് വെക്കുക. അതല്ല ഖുർആന്റെ ശൈലി, അതല്ല. അദ്ദേഹം നിർത്തിവെച്ച ഒരു ഘട്ടമുണ്ട്. മൗലവി അങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇതും ഹദീസും തമ്മിൽ എന്താ മാറ്റം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇതന്നല്ലേ ഹദീസും? ബുഖാരി എഴുതി വെച്ചതും ഇങ്ങനെ തന്നെയല്ലേ? നബി അവിടെ പോയി ഇരുന്നു, നബി ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു, നബി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി കടന്നു, നബി മുതു ചൊറിഞ്ഞു, നബി ഒരു കാരക്ക തിന്നു. ഇതൊക്കെ തന്നെയല്ലേ? അത് പാടില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം പറയൂ നിങ്ങൾ എന്നല്ലേ നമ്മൾ പറയണത്. അപ്പം മൗലവിയോടുള്ള സ്നേഹം നമ്മൾ എന്താ പറയേണ്ടത്? അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അത് അദ്ദേഹം പറഞ്ഞോ, ഞാൻ പറഞ്ഞത് ഇനി അവസാന വാക്കാൻ ഇതിൻ്റെ അപ്പുറം ആരും പറയാൻ പാടില്ലാന്ന്. ഇതൊരു മദ്ഹബാക്കണമെന്ന് മൂപ്പര് പറഞ്ഞോ? ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഇതും ഒരു മദ്ഹബാക്കാനാണെങ്കിൽ ഇനി ഞാൻ പറയുന്നു നിങ്ങളോട് സലാം. അതല്ല, ഈ പ്രത്യയശാസ്ത്രം പറയാനാണെങ്കിൽ അത് ലോകത്തുനിന്ന് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമ്മളൊക്കെ അതിൽ ശിശുക്കളാ. നിങ്ങൾ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരൊന്നും ജീവിച്ചിരിക്കുന്നത് എത്ര നിങ്ങൾക്കറിയോ? ആധുനിക മാധ്യമങ്ങളൊന്ന് തുറന്നു നോക്കി, അവരുമായിട്ടൊന്ന് സംവദിക്കും. ഈ സൗദി അറേബ്യയിൽ തന്നെ ഇരുന്നിട്ട് പറയാൻ പറ്റാതെ രഹസ്യമായി പറഞ്ഞു തരുന്ന എത്ര പണ്ഡിതന്മാരുണ്ട് നിങ്ങൾക്കറിയോ? ഈ സൗദി അറേബ്യയിൽ അതിലും വലിയ രാജ്യം ഏതാ? അതിലും വലിയ സ്വേച്ഛാധിപത്യ രാജ്യം പിന്നെ ഏതാ? അവിടെ ഇരുന്നിട്ട് പോലും നമ്മളുമായി സംവദിക്കുന്ന രഹസ്യമായിട്ട് പറയരുതത്തിലെ പേര് നാളെ തലല്ല. അത് നിങ്ങൾ മക്കത്തെ കാലിനെ വിളിച്ച് ചോദിച്ചു നോക്കാൻ ഇതൊക്കെ ശരിയാന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞു നിന്ന് ചോദിച്ചാൽ പറയാം അതും പ്രശ്നമല്ല, മിണ്ടാതിരിക്കും, തല പോകും. തല പോണ കാര്യമാണ്. മിണ്ടാതിരിക്കും മൗലവി എന്ന് പറയും. ഈ ആശയത്തെ ലോകം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിസ്കരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ 10% ലോകത്ത്. ഈ മുസ്ലിങ്ങളിൽ തന്നെ അവർക്കറിയാം ഇത് പ്രായോഗികമല്ലാന്ന്. 2.5% കൊടുത്താൽ തന്നെ മതിയായിരുന്നു ലോകത്തെ ദാരിദ്ര്യം തീരാൻ. ആ 2.5 കൊടുക്കണില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ 2.5 വിശ്വസിക്കുന്നുണ്ടെന്നാൽ അതെങ്കിലും കൊടുക്കി, അതും കൊടുക്കുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കലാണ്. ഇനി മൗലവിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് എന്തിനാ പിന്നെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പിന്നെ ചോദിക്കും. ഇത് ഒരു ഒത്തുകൂടലും ഈ ഖുർആനികമായ കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇതിവിടെ മൗലൂദ് ഓതണില്ല, ഇവിടെ റാത്തീബ് ഓതണില്ല, ഇവിടെ ചോറ് വെച്ച് കൊടുക്കണില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കൂടി ഈ ഖുർആനികമായ മൂവ്മെൻറ്റുകൾ ലോകത്ത് എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഇവിടെ കൂടിയ എൻ്റെ സഹോദരങ്ങൾക്ക് മൗലവിയോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് നിങ്ങൾ കൂടിയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഈ ലോകത്തോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, ഖുർആനിന് വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം, എന്തെങ്കിലും ഒരു നന്മ ഈ ഖുർആനിന് വേണ്ടി, ഇത് ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക. അത് നിങ്ങളുടെ വാക്കുകൊണ്ടോ അധ്വാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്തുകൊണ്ടായാലും ശരി. അതാണ് ഇത് നടപ്പാക്കുമ്പോൾ എന്താണ് കിട്ടുക എന്ന് ചോദിച്ചെന്നോട്. ഒന്നാമത് നിങ്ങൾക്ക് കിട്ടുന്നത് സുരക്ഷിതത്വ ബോധം. ഒന്ന് മനസ്സ് വിശാലാവും, ആരോടും ശത്രുതല്ല. ഞാൻ പറയില്ല ഒരു മൂല്യേരിയും ഇവിടെ കുറ്റം പറയാതൊന്നുമില്ല. ഇന്നെ ഞാൻ ലേശം പറഞ്ഞതാണ്. ഞാൻ ഒരു മൗലവിനും നമ്മളെ ചർച്ചയിലില്ല. ഈ ഖുർആൻ ചർച്ച ചെയ്യാല്ലാന്നാൽ ഇന്നെ ഞാൻ 1-2 വാക്ക് അധികപ്പറ്റായി പോയി എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. ഒരാളെയും ഇവിടെ ചർച്ചയില്ല. ഇവിടെ ഖുർആൻ പറയാം, ആരോടും ദേഷ്യമല്ല. പാവം മൂല്യർ അവിടെ എത്തിയിട്ടുള്ളൂ, സാധു അത് പറയട്ടെ. അതിൻ്റെ ഉപജീവനാണ്, അത് നിർവഹിക്കുന്നേ ഉള്ളൂ. അതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നമുക്ക് ഈ 12% അല്ലാതെ ബാക്കി 90% ജനം വേറുണ്ടല്ലോ ഇവിടെ. നമ്മളെന്തിനാ ഇവറ്റനെ തന്നെ ഫോക്കസ് ചെയ്യണത്? നമ്മളെ വിചാരം ഈ 12% വരുന്ന അതിൽ ചെറിയൊരു ന്യൂനപക്ഷം വരുന്ന ഈ മുസ്ലിയാക്കന്മാരാ നമ്മളെ ലക്ഷ്യം, മൗലവിമാരാ നമ്മളെ ലക്ഷ്യം. അവർ നമ്മുടെ ലക്ഷ്യമല്ല. ഖുർആനിൻ്റെ ലക്ഷ്യം അതേ അല്ല. ഖുർആനിൻ്റെ ലക്ഷ്യം മനുഷ്യരാണ്. അതിന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് ചോദിച്ചു, ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. ആ കിട്ടാനുള്ളതാകട്ടെ വിലമതിക്കാനാകാത്ത രത്നങ്ങളാണ് കിട്ടാനുള്ളത്. അതെന്താ കിട്ടാനുള്ള രത്നങ്ങൾ? സ്നേഹം, പിന്നെന്താണ് സുരക്ഷിതത്വ ബോധം, പിന്നെന്താണ് സമാധാനപൂർണമായ ജീവിതം, പിന്നെന്താ കിട്ടാനുള്ളത് സഹജീവി സ്നേഹം, പിന്നെന്താ കിട്ടാനുള്ളത് നീതി, പിന്നെന്താ കിട്ടാനുള്ളത് ധർമ്മം, പിന്നെന്താ കിട്ടാനുള്ളത് കരുണ. ഇത് നിങ്ങൾക്ക് കാശ് കൊടുത്താൽ കിട്ടുമോ? പിന്നെ ഒന്നും ഞങ്ങൾ കൊടുക്കണ്ടേ? ഒന്നും കൊടുക്കണ്ട. ഇന്നത്തെ സംഘടനക്കാരെന്താ ചെയ്യണോ? പാവങ്ങളെയൊക്കെ മുഴുവൻ തിരിച്ചുകൊണ്ടുവരിക. എന്നിട്ട് ഓലോട് എന്താ പറയാ? നിങ്ങൾ ക്ഷമിച്ചോളി, നിങ്ങൾക്ക് സ്വർഗം വരാനുണ്ട്, നിങ്ങൾക്കൊരു സ്വർഗം വരാനുണ്ട്, നിങ്ങൾക്ക് ഇവിടുന്നൊന്നല്ല സ്വർഗം, നിങ്ങൾ മക്കളെ കാത്തിരിക്കും, ഞങ്ങൾ ഇതുകൊണ്ട് സ്വർഗം അനുഭവിക്കട്ടെ എന്നാ. ഇതാണ് ഇന്നത്തെ പുരോഹിത നയം. അതാണ്. കാശ് അങ്ങനെ ഇടക്കിടക്ക് റെസീറ്റോട്ട് വരും. പാവങ്ങൾക്ക് ഈ റമദാൻ മാസമായാൽ കിട്ടുന്നത്, പാവങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഒരു മുതലാളി ഇങ്ങനെ ഒരു 10,000-15,000 ഉറുപ്പിക ചില്ലറ മാറ്റിയിട്ട് മരത്ത് ഇങ്ങനെ കസേരയിലിരിക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പോയിരുന്നതാ. 50 പൈസ കിട്ടുക. പുരോഹിതന്മാർ റെസീറ്റുമായിട്ട് വന്നിട്ട് ചെക്ക് കൊണ്ട് ഓലും പോകും. എന്നിട്ട് ഓല് അറബി കോളേജ് തുടങ്ങും. അവരുടെ സംഘടനയുടെ ആസ്തി വർദ്ധിപ്പിക്കും. പാവങ്ങൾക്ക് എന്താ കിട്ടിയാന്നോ? 2 കിലോ ഇറച്ചി വലിയർനാക്ക്. 1 കിലോ തന്നെ ഇപ്പോൾ കിട്ടുന്നത്. അത് വാശി ഇല്ലോടത്തൊരു 2 കിലോ കിട്ടും. വാശി കൂടിയ പാവങ്ങൾ കയറിക്കഴിഞ്ഞാൽ 2 കിലോ ഇറച്ചി, ഒരു 4 കിലോ അരിയും കിട്ടും. എന്നിട്ട് ബാക്കി പറ്റനോട്. ഖുർആനിൽ പറഞ്ഞതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാനാ, പുരോഹിതന്മാർക്ക് കൊടുക്കരുത് കായാനാ. ഇത് നേരെ മറിച്ച ഒക്കെ വാങ്ങിക്കൊണ്ടുപോയാ. എന്നിട്ട് ഓരോ സംഘടനയുടെ ആസ്തി എത്ര കോടികൾ, ഞങ്ങൾക്ക് ആസ്തി കൂടുതൽ, ഞങ്ങൾക്ക് ആസ്തി കൂടുതൽ, ഞങ്ങൾക്ക് ആസ്തി കൂടുതൽ. ഈ ആസ്തി എവിടേക്കാ പാത്തി വെക്കണത്? ഈ ആസ്തി എവിടേക്കാ സൂക്ഷിച്ചു വെക്കണത്? ഈ സാധുക്കൾക്ക് കൊടുക്കും, വീതിച്ചു കൊടുക്കിയത് അവരനുഭവിക്കട്ടെ. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ, അവരവരുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കട്ടെ, അവർക്ക് അവരുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കട്ടെ, അവർക്ക് അവരുടെ മക്കളുടെ രോഗം മാറ്റട്ടെ. എവിടേക്കാ ഈ പൈസ സംഘടന കൂമ്പാരമായി കൂട്ടുന്നത്? എവിടേക്കാ ഈ സാധുക്കൾ കൊടുക്കുകയാണ്? ചുറ്റു ഊരി കൊടുക്കുകയാണ്, മാല ഊരി കൊടുക്കുകയാണ്. സ്വർഗല്ലേ? എന്നിട്ട് അവിടെ പോയിട്ട് എന്താ അവര് പറയുന്നത്? ഹൂറുല്ലിങ്ങളെ കിട്ടും, ഇവിടുന്ന് ഈ പെണ്ണിനൊന്നും അല്ലാത്ത വേറെ പെണ്ണിനെ കൊടുക്കണമെന്ന്. ഇത് പറ്റൊക്കെ അറിയണമില്ല. ഇവർ ദ്വയർക്കണം എന്താന്ന് അറിയണില്ല. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരം ഖൈറൻ മിൻ ദാരിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹിന. ഈ പെണ്ണുങ്ങളല്ലാത്ത ഒരു പെണ്ണുങ്ങളെ കൊടുക്കണമെന്ന്. എന്നിട്ട് ഈ ദ്വയക്ക് വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങൾ മാല ഊരി കൊടുക്കുന്നത്. അറിയണില്ല പാവങ്ങൾ. അവിടെ പോയി കള്ളുടിക്കാം. ഇങ്ങനെ ഈ സമൂഹത്തിനെ എങ്ങനെയാണ് ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. സത്യത്തിൽ നിങ്ങൾ ആദ്യം മുതൽ അതാണ് ഖുർആൻ വേറിട്ടിട്ടാ പറയുന്നത്. ഖുർആൻ മതനിഷേധി എന്ന് പറയുന്നത് സാധുക്കളെ പരിഗണിക്കാത്തവനെയാണ് മതനിഷേധി എന്ന് പറയുന്നത്. ഇനി ഖുർആൻ എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. മതനിഷേധി എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നത്, ഖുർആനും ഹദീസും ഒന്നല്ല, ഒരു 100,000 വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ടും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത സമാന്തര രേഖകളാണ്. ഒരിക്കലും കൂട്ടിമുട്ടൂല ഖുർആനും ഹദീസും. ഹദീസ് നമസ്കരിക്കാത്തവനാണ് മതനിഷേധി എന്ന് പറയുമ്പോൾ അനാഥകളെ പരിഗണിക്കുകയും അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാത്തവനാണ് മതനിഷേധി എന്ന് ഖുർആൻ പറയുന്നു. എങ്ങനെ യോജിക്കുക? എങ്ങനെ ഖുർആനും ഹദീസും യോജിക്കുക? ഖുർആനും ഹദീസ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്ന് ഖുർആൻ മതനിഷേധിയെ പരിചയപ്പെടുത്തുന്നത് അനാഥകളുടെയും ദുർബലരുടെയും പുരോഗതിക്ക് അധ്വാനിക്കാത്തവനാണ് മതനിഷേധി എന്ന് ഖുർആൻ പറയുമ്പോൾ നിസ്കരിക്കാത്തവനാണ് മതനിഷേധി എന്ന് പറയുന്ന ഒരായത്ത്. അപ്പൊ ഖുർആനും ഹദീസും ഒന്നല്ലേന്നാ? ഖുർആനും ഹദീസും ഒന്നല്ലതിൽ. ലോകത്തിന് കരുണയും മാപ്പ് കൊടുക്കുന്നവനും ദയാലുവുമായ അങ്ങനെ ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ മാറാൻ ഖുർആൻ ഉത്ബോധിപ്പിക്കുമ്പോൾ ക്രൂരനും കിരാതനും ഒരു അധികാരിയും ഇടയ്ക്കിടെ വന്ന് തലക്ക് മേട്ടം കൊടുക്കുന്നവനും
ചിലരോട് ക്രൂരത കാണിക്കുകയും ചിലരോട് ദയ കാണിക്കുകയും ചെയ്യുന്ന ഒരു അധികാരിയായി ദൈവത്തെ അവതരിപ്പിക്കുന്ന ഹദീസും എങ്ങനെ യോജിക്കുക? എങ്ങനെ യോജിക്കുക? യോജിക്കോ? മനുഷ്യരെ മനുഷ്യരായി കാണുകയും അവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ അറബിയെന്നോ അനറബിയെന്നോ ഒരു വ്യത്യാസവുമില്ല, മനുഷ്യരൊക്കെ തുല്യരാണെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഹദീസ് സ്ത്രീ കാണുന്നു, പുരുഷനെ കാണുന്നു, അടിമയെ കാണുന്നു, ഉടമയെ കാണുന്നു, പണിക്കാരനെ കാണുന്നു, പണക്കാരനെ കാണുന്നു. ഹദീസുകൾ, ഖുർആൻ ഇതൊന്നും കാണുക, സ്ത്രീ പുരുഷ വ്യത്യാസം കാണുന്നില്ല. സഫിയയുടെ കല്യാണങ്ങൾ കേട്ടതാണല്ലോ, വളരെ ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ഹദീസാണത്. ഖുർആൻ പറയുന്ന നബി അല്ല കേട്ടോ, ഹദീസ് പറയുന്ന നബിയാണെങ്കിൽ ആ നബിനെ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.